അരോമ ടിവിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് നമ്മെ ഏവരെയും ഞെട്ടിച്ച സംഭവബഹുലമായ ബുജ്ജു ഭൂകമ്പത്തെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപക്ഷെങ്കിലും ഓർമ്മയുണ്ടാകും. അതിലൂടെ കടന്നുപോയി അത്ഭുതകരമായി രക്ഷപ്പെട്ട കർത്താവിന്റെ ദാസി സിസ്റ്റർ നിഷ ജോൺസൺ ആണ് ഇന്ന് തന്റെ ജീവിതാനുഭവങ്ങൾ അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നത്. താൻ അനുഭവിച്ച, താൻ അഭിമുഖീകരിച്ച, തനിക്ക് വന്ന നഷ്ടങ്ങളും കഷ്ടങ്ങളെ കുറിച്ച്, ദൈവം വിടുവിച്ച അത്ഭുതകരമായ വഴികളെ കുറിച്ച് പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ നമുക്ക് കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രേക്ഷകർക്ക് അനുഗ്രഹവും പ്രചോദനവും ദൈവത്തിന്റെ കരുതലിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ പ്രാർത്ഥനയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടൺ ഒന്ന് അമർത്തുക. കർത്താവിന്റെ ദാസി സിസ്റ്റർ നിഷ ജോൺസനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വി പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ക്ഷണിച്ചോളൂ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ അരോമ ടി വിയിലേക്ക് എന്റെ സാക്ഷ്യം പറയുവാൻ വേണ്ടി ക്ഷണിച്ച ദേവദാസിനോടും എന്റെ സ്നേഹം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. എൻ്റെ പേര് നിഷ ജോൺസൺ എന്നാണ്. ഞാന് ഡൽഹിയിൽ നിന്ന് ഹരിയാന റീജിയനോടുള്ള ബന്ധത്തില് ഞങ്ങള് സുവിശേഷ വേലയിലാണ്. എൻ്റെ ഹസ്ബൻഡിന്റെ പേര് ജോൺസൺ എന്നാണ്. എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുണ്ട്. ദൈവനാമം മാത്തപ്പെടുമാറാകട്ടെ. ഞാന് ചെറുപ്പത്തിൽ ജനിച്ചതും വളർത്തപ്പെട്ടതും മുണ്ടിയപ്പള്ളി മണ്ണൽ വീട്ടിൽ ജോസഫിന്റെയും തങ്കമ്മ ജോസഫിന്റെയും 4 മക്കളിൽ 3ാമത്തെ മകളായിട്ടാണ് ഞാൻ ജനിച്ചത്. ഞാൻ ചെറുപ്പകാലത്തിൽ വളരെ കുസൃതിയോടുകൂടി, മറ്റു മക്കളെ അപേക്ഷിച്ച് ഏറ്റവും കുസൃതിയും അങ്ങനെയുള്ള ഒരു ജീവിതമായിരുന്നു എൻ്റേത്. ഞാൻ ചെറുപ്പത്തിൽ അതിനുശേഷം എൻ്റെ പിതാവും മാതാവും നോർത്തിൽ ജോലിയുള്ള ബന്ധത്തിൽ നോർത്തിലായിരിക്കുമ്പോൾ ഞാൻ ചെറുപ്പകാലത്ത് പപ്പായുടെ ഒക്കെ കൂടെ ഞങ്ങൾ ആഗ്രായിൽ ചെറുപ്പത്തിൽ വന്ന സമയത്ത് ഞാൻ ഒത്തിരി കുസൃതി ആയിരുന്നത് കൊണ്ട് ഞാന് ഒരു ദിവസം വീട്ടില് മമ്മിയോടും പപ്പയോടും ചോദിക്കാതെ ഞാന് ഊഞ്ഞാലാടാനായിട്ട് പോയപ്പോഴത്തേക്ക് മരണകരമായ ആപത്തിൽ നിന്ന് ദൈവം എന്നെ രക്ഷിച്ചു. ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എന്റെ കൈ വിട്ടുപോയി. ഞാൻ തെറിച്ച് ഫ്രണ്ടിലേക്ക് വീണപ്പോഴത്തേക്ക് മരണത്തിൽ നിന്ന് ഒത്തിരി ദൂരെ തെറിച്ചു പോയത്. അപ്പൊ അതിൽ നിന്ന് കമ്പിവേലിയുടെ അടുത്ത് പോയി ഞാൻ വീണത്. അവിടുന്ന് ഞാൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്ക് എൻ്റെ ദേഹത്ത് മുഴുവൻ ചോര, എൻ്റെ താടി പൊട്ടി മരണത്തിൽ നിന്ന് വിടുവിച്ചെന്ന് പറയാൻ ദൈവം അത്ഭുതകരമായി എന്നെ വിടുവിച്ചു. അതിൽ നിന്ന് താടി പൊട്ടി അത് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് വന്ന് കൊണ്ടുപോയി. എൻ്റെ താടിയിൽ പക്ഷി പറക്കുന്ന രീതിയിൽ ഒരു മുറിവിന്റെ പാടുണ്ട്. ദൈവനാമം മാത്തപ്പെടുമാറാകട്ടെ. അവിടെ നിന്ന് പിന്നെ ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെറുപ്പത്തില് കുഞ്ഞുങ്ങളുടേതായ എല്ലാ കുസൃതികളും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നാട്ടിൽ വന്ന് എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ പഠിക്കുന്ന സമയങ്ങളിൽ കോളേജ് ലൈഫിലും IPCയോടുള്ള ബന്ധത്തില് മുണ്ടിയപ്പള്ളി IPC ചർച്ചിലെ മെമ്പർ ആയിരുന്നു. എൻ്റെ വല്യപ്പച്ചനൊക്കെ IPCയിലെ മെമ്പർ ആയിരുന്നു. അതിന് അവിടെ സൺഡേ സ്കൂൾ പഠിക്കുവാനും ആത്മീയ ജീവിതത്തിൽ ഞാൻ വളരെ മുന്നേറുവാനും പാട്ട് കാര്യങ്ങൾക്കും എല്ലാ കാര്യത്തിനും മുൻപന്തിയിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഞങ്ങളുടെ മുണ്ടിയപ്പള്ളി ചർച്ചില് കൺവെൻഷൻ വന്നപ്പോൾ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് 1989 ഡിസംബർ മാസം 11-ാം തീയതി ഞാൻ യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവം എനിക്ക് മഹാഭാഗ്യം ഒരുക്കി തന്നു. ആ കൺവെൻഷനോട് ബന്ധത്തിൽ
ഡിസംബർ മാസം 13 യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനമേൽക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ നൽകി. അതിനുശേഷം എന്റെ ജീവിതത്തിൽ സ്നാനപ്പെട്ടതിന് ശേഷം പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വന്നു. അപ്പോൾ നമ്മൾ എൻ്റെ ജീവിതത്തോട് കാലങ്ങളിൽ വീട്ടു പ്രാർത്ഥനകൾക്കൊക്കെ അങ്ങനെ പോകുന്ന അവസരത്തിൽ ഒരു ദിവസം ഒരു ആന്റിയുടെ വീട്ടിൽ ഞാൻ പ്രയറിന് ചെന്നപ്പം വെളിയിൽ നിന്ന് ഒരു പാസ്റ്റർ വന്ന് ദൂത് പറഞ്ഞു എന്നോട്, നീ സുവിശേഷ വേലയ്ക്കുള്ള ഒരു ദൈവ പൈതലാന്ന്. അപ്പൊ എനിക്ക് അത്രമേ, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് പോകാൻ എനിക്ക് അത്ര താല്പര്യമില്ല. ദൈവത്തിന് വേണ്ടി ഞാൻ ജോലി ചെയ്തിട്ട് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കാമെന്നായിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ ദൈവം അന്നത്തെ ദിവസം ദൂത് പറഞ്ഞ് ഞാൻ അത് കേട്ട് വീട്ടിൽ വന്ന് പിന്നീട് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനും ഒക്കെ തുടങ്ങി. പ്രാർത്ഥനാ ജീവിതം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. വീട്ടിലെ പ്രയർ ജീവിതത്തിലും ഒറ്റയ്ക്കിരുന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കോളേജിൽ ലൈഫില് ഒരു ദിവസം ഞാൻ ക്ലാസ്സിലിരുന്ന് എൻ്റെ കൂട്ടുകാരുമായിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നു. പ്രൊഫസർ പറഞ്ഞ കാര്യം ഞാൻ കേട്ടില്ല. അപ്പം സാർ എന്നെ നിഷ വിളിച്ച്, അപ്പം അങ്ങനെ ഞാൻ എഴുന്നേറ്റ് നിന്നു. അപ്പൊ സാർ ചോദിച്ചു, ഇപ്പം പഠിപ്പിച്ച പോർഷൻ എന്താ ചോദിച്ചു. എനിക്കത് പെട്ടെന്ന് മനസ്സിലായില്ല. അപ്പൊ പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്ന് ഞാൻ പറഞ്ഞു, സാറേ, കർത്താവിന്റെ വരവായി, കർത്താവ് വരും. അപ്പൊ നമ്മള് ലോകത്തിന്റെ ഇതിനകത്തല്ല പോകേണ്ട, കർത്താവിന്റെ വരവിനുണ്ട്. അപ്പൊ അന്ന് മുതൽ എന്റെ സുവിശേഷത്തിനോടുള്ള ആ ഒരു താല്പര്യം, ഞാൻ ആദ്യമായിട്ട് സുവിശേഷം അങ്ങനെയാണ് എൻ്റെ പ്രൊഫസറുമായിട്ട് പറയുന്നത്. അപ്പൊ ക്ലാസ്സിന് ശേഷം സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, നിഷ, നിങ്ങള് ദൈവവിശ്വാസിയായിരിക്കും, ഒരു ക്രിസ്ത്യാനി ആയിരിക്കാം. ക്രിസ്ത്യാനി ആണെന്ന് പറഞ്ഞ് നമ്മള് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ക്രിസ്തീയ ഇതും വേണം, ലോകത്തിന്റെ കാര്യങ്ങൾ പഠിച്ച് ഒരു ജോലി സമ്പാദിച്ച് അങ്ങനെ ആ ഒരു നിലയിൽ വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ യെസ് സാർ എന്ന് പറഞ്ഞു. ഞാൻ സാറിനോട് ഞാൻ അന്നേരം തന്നെ ക്ഷമയും ചോദിച്ചു. ക്ലാസ്സിന് ശേഷം സാറ് അന്നേരം ചോദിച്ചപ്പോൾ ഞാൻ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് എനിക്ക് അത് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു. അതൊരു എൻ്റെ ജീവിതത്തില് ഒരു സുവിശേഷത്തിന് വേണ്ടിയുള്ള ഒരു വെളിച്ചമായിരുന്നു. അതിനുശേഷം ഞങ്ങള് ഉച്ച സമയത്ത് ഞങ്ങൾക്ക് പ്രാർത്ഥനാ ഗ്രൂപ്പുകളുണ്ട്. അപ്പൊ ഞാൻ ആ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ എപ്പോഴും പോവുകയും പാട്ട് പാടുകയും ഉള്ള ആത്മീയ രീതിയിലൊക്കെ അങ്ങനെ മുന്നേറി. അതിനുശേഷം ഞാൻ കൽക്കട്ടയിൽ വന്ന് സന്ധ്യായാമങ്ങളില് ഞങ്ങൾ 3 പേരും, ഏറ്റവും മൂത്ത ചേട്ടനാണ്. ചേട്ടൻ ഡൽഹിയിലായിരുന്നു. ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ഇളയ ആങ്ങളെയും ഞങ്ങൾ 3 പേരും ഒരു റൂമില്. അപ്പൊ ഒരു റൂമിൽ ഇങ്ങനെ കിടക്കുമ്പോ അവരെല്ലാം ഭയങ്കര ഇതില് വർത്താനം പറഞ്ഞ് അങ്ങനെയൊക്കെ ഇരിക്കുമ്പോ, എന്നാലും എന്നെ എപ്പോഴും ഒറ്റപ്പെടുന്ന ഒരവസ്ഥയിലായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയാകുമ്പോൾ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പൊ ദൈവാത്മാവ് എന്നോട് ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഞങ്ങൾക്ക് ചർച്ചിൽ പോകാൻ ദൂരമാണ്. അപ്പൊ എൻ്റെ പപ്പ വിശ്വാസത്തിൽ വന്നിട്ടില്ലായിരുന്നു. അപ്പൊ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ വീട്ടില് പാസ്റ്ററുകൾ വരും. പാസ്റ്ററുകൾ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചൊവ്വാഴ്ച സന്ധ്യാനത്തില് പ്രാർത്ഥിക്കുന്ന സമയത്ത് പാസ്റ്ററുകൾ എന്നോട് ദൂത് പറഞ്ഞു, മോളെ, നീ ഒരു ദേവദാസനെ വിവാഹം കഴിക്കാൻ പോകുന്നത്. അപ്പം നീ ഒരു വിശ്വാസിയായിട്ടല്ല, ഒരു സുവിശേഷ വേലക്കാരിയായിട്ട് തീരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്കിളെ ഞാൻ നേരത്തെ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അങ്ങ് ഒഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ അച്ചാച്ചൻ മൂത്ത ആങ്ങള എന്നോട് ഭയങ്കരമായിട്ട് കയർത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ പറഞ്ഞു, മമ്മി ആദ്യം എൻ്റെ ഇളയ പെങ്ങളെ കെട്ടിച്ചു വിടണം, അതിനുശേഷം മൂത്ത ചേച്ചിയെ കെട്ടിച്ചു വിടണം. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് മാനസികമായിട്ട് വളരെയധികം ഭാരമുണ്ടായപ്പോഴത്തേക്ക് ഞാനിങ്ങനെ റൂമിന് അടച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദൈവശബ്ദം കേട്ട്, നീ ലോകത്തിനായി ജീവിക്കാനല്ല, എൻ്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പൊ ഞാൻ കൽക്കട്ടയിലായിരുന്നപ്പോ നമുക്ക് ബെന്തക്കോസില് ഒരു നേഴ്സിംഗ് സ്കൂളുണ്ട്. അവിടെ പോയി എനിക്ക് പഠിച്ച ഒരു നേഴ്സായിട്ട് ജോലി ചെയ്ത് എന്നിട്ട് ഒരു വിശ്വാസിയായിട്ട് ജീവിക്കും.
ജീവിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഈ ചൊവ്വാഴ്ച മീറ്റിങ്ങിൽ പാസ്റ്ററങ്ങൾ ഇങ്ങനെ സുവിശേഷ വേലയ്ക്കാന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അത് ധിക്കരിച്ചിട്ട് ഞാൻ എൻ്റെതായ ഇഷ്ടപ്രകാരം ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. ആപ്ലിക്കേഷൻ അയച്ചപ്പോഴത്തേക്ക് അവിടെ കൽക്കട്ടയിൽ 3 വർഷം താമസിച്ച് സിറ്റിസൺഷിപ്പൻ ആയതിനു ശേഷമാണ് നമുക്ക് നേഴ്സിങ്ങിന് അഡ്മിഷൻ ലഭിക്കുന്നത്. ബന്ധക്കോസുകാർക്ക് ആദ്യം ചാൻസ്. അപ്പൊ ഞാൻ അവിടെ വന്നിട്ട് ഒരു 1.5 വർഷം ആയതേ ഉള്ളൂ. പിന്നെയും 2 വർഷം കൂടെ 1.5 വർഷം കൂടെ വേണം. അങ്ങനെ ഇരിക്കുമ്പോ പിന്നെ ഞാൻ ഇങ്ങനെ നിരാശപ്പെട്ടു. പിന്നെ അച്ഛൻ ഇങ്ങനെ സംസാരിക്കുന്നത് ഇതെല്ലാം കൂടെ എന്നെ മാനസികമായിട്ട് വളരെയധികം എന്നെ മാനസികമായിട്ട് എനിക്ക് വേദനയുണ്ടായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ദൈവശബ്ദം പൂർണ്ണമായിട്ട് കേട്ട് എൻ്റെ ചെവിയിൽ വന്ന് മുഴങ്ങുന്നത്, നീ ലോകത്തിനായിട്ട് ജീവിക്കാനല്ല, എൻ്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളതാണ്. അപ്പൊ എൻ്റെ മനസ്സിലെ ഭാരം എല്ലാം പെട്ടെന്ന് അങ്ങ് വിട്ടുപോയി. എന്നിട്ട് ഞാൻ പിന്നെയും രാത്രിയാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒത്തിരി ഇന്ത്യ രാജ്യത്തിന് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരവസരം ദൈവം എനിക്ക് തന്നു. അതിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓരോ കാര്യങ്ങൾ ദർശനത്തിൽ കൂടെ കാണാൻ തുടങ്ങി. വചനത്തിൽ കൂടെ ദൈവാത്മാവ് എന്നോട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ 1989 എനിക്ക് വിവാഹത്തിന്റെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ഇങ്ങനെ പുറകോട്ട് മാറി മാറി നിൽക്കുന്നു. അപ്പം ഇരിക്കുമ്പോൾ ഞങ്ങള് അവിടുന്ന് കൽക്കട്ടയിൽ നിന്ന് പിന്നെ ഞങ്ങള് പോസ്റ്റിങ്ങില് ഗുജറാത്തിൽ വന്ന് ജാംനഗറിൽ വന്നപ്പോൾ അവിടുന്ന് ഞങ്ങക്ക് 10 കിലോമീറ്റർ ദൂരമുണ്ട് വീടും ചർച്ചുമായിട്ട്. അപ്പൊ 10 ദിവസം ഉപവാസ പ്രാർത്ഥന ചർച്ചിൽ നടക്കുക. അപ്പൊ ഞാന് രാവിലെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഞാൻ ടൈപ്പ് ഷോർട്ടായിട്ടും പഠിക്കുകയാണ്. ഒരു സെക്രട്ടേറിയറ്റ് കോഴ്സിന് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ പപ്പയോട് പറഞ്ഞു, ഞാൻ 3-4 ദിവസത്തേക്ക് ഉപവാസത്തിലിരിക്കുക, അപ്പോൾ ഞാൻ ക്ലാസ്സിന് പോകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പപ്പ പറഞ്ഞു, വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഞാൻ ഉപവാസത്തിന് സൈക്കിൾ ചവിട്ടി 10 കിലോമീറ്റർ ദൂരം ഞങ്ങനെ യാത്ര ചെയ്ത് അവിടെ ചർച്ചിലെത്തുമ്പോൾ അവിടെ ദേവദാസന്മാരും എല്ലാവരുമായിട്ട് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. അപ്പൊ 3-ാമത്തെ ദിവസമായപ്പോൾ ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയുള്ളതാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ സൺഡേ ആരാധന സമയത്ത് നാട്ടിൽ നിന്ന് ഒരു ദേവദാസൻ വന്നു. അപ്പൊ ആ ദേവദാസൻ എന്നോട് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ദേവദാസന് പെട്ടെന്ന് ദൈവാത്മാവ് വന്ന് എന്റെ തലയെ കൈ വെച്ചിട്ട് പറഞ്ഞു, ഒരു അപൂർവ കാര്യം മോളുടെ അടുത്ത് സംഭവിക്കും, എന്നിട്ട് നിങ്ങൾ അത് സ്വീകരിക്കാൻ തയ്യാറാണോ എന്ന് ചോദിച്ച് ദൈവവചനത്തിൽ കൂടെ സംസാരിച്ചു. അപ്പൊ ഞാൻ ദൈവസന്നിധിയിൽ സറണ്ടർ ആയ ശേഷം ഞാൻ വീട്ടിൽ ചെന്നപ്പോ വീട്ടിൽ ഭയങ്കര ബഹളം. പപ്പ ഞാൻ വേലയ്ക്ക് സമർപ്പിച്ചെന്നുള്ള വിവരം അറിഞ്ഞു. അപ്പം ഭയങ്കരമായിട്ട് പപ്പ ഷൗട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ അങ്ങനെ പപ്പായുമായിട്ട് എതിർത്ത് പറയുന്നില്ല. അന്ന് ഞാൻ പപ്പയോട് പറഞ്ഞു, പപ്പ എന്റെ കാര്യം നോക്കണ്ട, ദൈവം എന്റെ കാര്യം നോക്കിക്കോളൂ. അന്ന് ദൈവത്തിന്റെ ആ സുവിശേഷത്തിലേക്ക് പോകാനുള്ള ആ താല്പര്യം കൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പൊ പപ്പ ഒത്തിരി ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഞാൻ പിന്നെ വീട്ടിൽ അനങ്ങാതെയൊക്കെ ഇരുന്ന് ഒരു ആഴ്ച കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആരാധനയ്ക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പം എന്റെ ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചേച്ചിക്ക് ഒരു കുട്ടിയുണ്ടായി. അപ്പൊ ആ കുട്ടിയെ കാണാനായിട്ട് ഞാനും എൻ്റെ പപ്പയും ചെന്നൈയിൽ പോയി. ചെന്നൈ ചെന്നപ്പം അവിടെ IPC ചർച്ചിലെ ചെൽപ്പെട്ട് ഒരു ദേവദാസൻ പ്രവാചകൻ വന്ന്. അപ്പൊ ഞാനും ആ മീറ്റിങ്ങിന് പോകാനായിട്ട് തയ്യാറായി. ഞാനും മീറ്റിങ്ങിന് ചെന്നപ്പം ഇരുന്ന് മീറ്റിംഗ് തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ കയറി ഇരിക്കുന്നത്. അപ്പൊ ദേവദാസൻ ഒരു ദൂത്, ദെബോരെ പോലെ എന്റെ തലയെ കൈവച്ചിട്ട്, ദെബോരെ പോലെ നിന്നെ ഞാൻ കാണുന്നു, നീ അനേകരെ നയിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഏകദം ഷോക്കായി. മീൻസ് ഞാനൊരു ദൈവവേലക്കാരി ആകുമെന്നുള്ള ഒരു ഇതുണ്ട്, എന്നാലും ഇങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അതിന് ശേഷം ഞാൻ അതെല്ലാം കേട്ട് വീട്ടിൽ വന്ന് എന്റെ മമ്മിയോടൊക്കെ പറഞ്ഞു. അപ്പൊ മമ്മി പണ്ട് മുതലേ ഇങ്ങനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവവേലയ്ക്ക് വേണ്ടി മക്കളെ വിടണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ എനിക്ക് ഒരു കഴിവുമില്ല. മറ്റേ ചേച്ചിയും ആങ്ങളമാരും എല്ലാം നല്ല സാമർത്ഥ്യവും എല്ലാ കഴിവുണ്ട്, എനിക്ക് ഒരു കഴിവില്ല. ഞാനൊരു ഏകദംസെ കഡൂസ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു കൊച്ചു കുട്ടിയുടെ ഒരു സ്വഭാവമായിരുന്നു.
പെട്ടെന്ന് എനിക്ക് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും. അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം പിന്നെ വീട്ടിൽ വന്ന് ജാംനഗർ IPC ചർച്ചിൽ ഞങ്ങൾ കൂടിക്കൊണ്ടിരിക്കുമ്പം തങ്കച്ചൻ പാസ്റ്റർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ അന്നത്തെ പാസ്റ്ററുകള് വീട്ടിൽ വന്ന് ഇങ്ങനെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. അപ്പൊ ഉപവാസ പ്രാർത്ഥനയിൽ എന്നോട് പറഞ്ഞു, ഒത്തിരി കാര്യങ്ങൾ ദൈവാത്മാവ് എന്നെ വെളിപ്പെടുത്തും. ചർച്ചിലെയും മറ്റുള്ള വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ വെളിപ്പെടുത്താറുണ്ട്. അപ്പൊ ഞാന് അതെല്ലാം പാസ്റ്ററുകളോടൊക്കെ പറയും. അപ്പൊ എല്ലാവരുമായിട്ട് ഒരു നല്ലൊരു കോപ്പറേഷൻ ആയിട്ട് ഇരിക്കുമ്പോ അങ്ങനെ ഇരിക്കുമ്പോ ആ വിവാഹാലോചനകളെല്ലാം എനിക്ക് വന്ന്, അപ്പൊ എല്ലാ ജോലിക്കാരാ വരുന്നത്. അപ്പൊ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു, നീ ദൈവത്തിന്റെ വേലയ്ക്കുള്ളതെന്ന്. അപ്പൊ എന്റെ ഉള്ളില് ജോലിക്കാരനെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല, ദൈവ വേലക്കാരനെ ആണെന്നുള്ള ആ ഒരു ഉത്ബോധം എനിക്കുണ്ട്. അപ്പം പപ്പയോട് ഇങ്ങനെ ദൈവം കരുതിക്കൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ വരുന്നതും ഒന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. എല്ലാരും എന്നെ ഇഷ്ടപ്പെടും. അങ്ങനെയായിട്ട് ഞാൻ എന്റെ നാട്ടില് നാട്ടിലേക്ക് എന്നെ കൊണ്ടുപോയി. നാട്ടിൽ ഞാൻ അങ്ങനെ നിൽക്കുമ്പോ അനവധി വിവാഹ ആലോചനകൾ വന്ന്. അപ്പം ഒന്നിനും എല്ലാവർക്കും എന്നെ ഇഷ്ടമായി, എനിക്ക് ആരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയായപ്പോ പപ്പയ്ക്ക് ദേഷ്യമായി. പപ്പ പറഞ്ഞ് എന്നാ തിരിച്ച് അവളെ വീട്ടിലോട്ട് നോർത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ നാട്ടിലിരിക്കുമ്പം മമ്മി 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ച് ഡിസംബർ മാസത്തില് അന്നേരം ഞാനും ആ കൂട്ടത്തിൽ ഉപവാസത്തിലിരുന്നപ്പോഴത്തേക്ക് എന്നെ ഒരു ഡേറ്റ് ദൈവം കാണിച്ചു. മെയ് 10-ാം തീയതി, ഡിസംബർ മാസത്തിലാണ് ഞാൻ ദർശനം കാണുന്നത്. മെയ് 10-ാം തീയതി ഒരു ചെറുക്കൻ എന്നെ കാണാൻ വരുന്നു. ആ ചെറുക്കന് ആയിട്ട് പിന്നെ വിവാഹം നടക്കുന്നതായിട്ട് അങ്ങനെ കണ്ടു. അപ്പൊ ഡിസംബറിൽ എന്റെ ഹസ്ബൻഡിന്റെ പപ്പ വീട്ടിൽ വന്ന് എന്നെ കണ്ടു. അവർക്ക് ഇഷ്ടപ്പെട്ടു പോയി. അവിടെ അത് കഴിഞ്ഞ് അച്ഛൻ മെയ് മാസത്തില് ഡെറാഡൂൺ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അച്ഛൻ ബൈബിൾ കോളേജിൽ അതിനു മുമ്പ് പഠിച്ചത് കുമ്പനാട്ട് പഠിക്കുമ്പോഴത്തേക്ക് അച്ഛൻ 21 ദിവസം ഉപവാസം എടുത്തു. അപ്പൊ വീട്ടില് നിന്ന് ഒറ്റയ്ക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പൊ 21 ദിവസം ഉപവാസം എടുത്തപ്പോഴത്തേക്ക് അച്ഛന് ഭാവി വധുവിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ ഒരു ദർശനം അച്ഛന് കൊടുത്തു. ഒരു നോർത്ത് സൈഡിൽ നിന്ന് ഒരു പെൺകുട്ടി വരുന്ന, ആ പെൺകുട്ടിയുടെ താടിയില് പ്രാവ് പറക്കുന്ന പോലെ ഒരു അടയാളം കൊടുത്തു. അപ്പൊ ആ പെണ്ണിനെ, അപ്പൊ അന്ന് ജൂൺ മാസം 28-ാം തീയതിയാണ് വിവാഹം നടക്കുന്നതെന്ന് വരെ ഡേറ്റ് വരെ കൊടുത്തു. അപ്പൊ ആ മെയ് മാസം 10-ാം തീയതി ഹസ്ബൻഡ് എന്നെ കാണാൻ വന്നു. അപ്പൊ ഞാൻ കണ്ട ഉടനെ എന്റെ ഈ അടയാളം കണ്ടപ്പോഴത്തേക്ക് അച്ഛന് ദൈവം തന്ന ആ പെൺകുട്ടിയാണെന്നുള്ള ഇത് വന്ന. അപ്പൊ കല്യാണത്തിന് ജൂൺ മാസം 28-ാം തീയതി വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ പപ്പായ്ക്ക് ലീവില്ല. അന്ന് കാർഗിലിന്റെ യുദ്ധം നടക്കുന്ന സമയമാണ്. അപ്പൊ പപ്പ രാജസ്ഥാനില് യുദ്ധത്തിന് പോയിരിക്കുക. അപ്പൊ പപ്പ പറഞ്ഞ് കല്യാണം നടക്കത്തില്ല, ഇപ്പം യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് മതിയെന്ന്. അപ്പൊ അച്ഛനൊക്കെ ജിദ്ദ് പിടിച്ചു ജൂൺ മാസം 28-ാം തീയതി തന്നെ വിവാഹം വേണം. അപ്പൊ പിന്നെ പപ്പ പറഞ്ഞു ഞങ്ങളുടെ അമ്മച്ചന്മാരെയൊക്കെ വിളിച്ച് വിവാഹം നടന്നു. അങ്ങനെ ജൂൺ മാസം 28-ാം തീയതി ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. അപ്പൊ വിവാഹം നടന്ന സമയത്ത് പപ്പ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മാനസികമായിട്ട് ഭയങ്കര പ്രയാസമായി. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ബോംബൊക്കെ ഫിറ്റ് ചെയ്യുന്ന ജോലിയായിരുന്നു പപ്പയ്ക്ക്. അപ്പൊ പപ്പ ഇങ്ങനെ നിരാശപ്പെട്ടിരിക്കുമ്പോ പപ്പയുടെ ഓഫീസർ വന്ന് നോക്കിയപ്പോ പറഞ്ഞു, എന്താ ജോസഫേ നീ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, എന്റെ മോളുടെ വിവാഹമാണ്, എനിക്ക് പോകാൻ പറ്റുന്നില്ല സാറേന്ന്, യുദ്ധമല്ലേന്ന്. അപ്പം പറഞ്ഞു, നീ ഇവിടെ നിന്നാലും നീ ഡ്യൂട്ടി നല്ലതായിട്ട് ചെയ്യത്തില്ല, അതുകൊണ്ട് നീ എന്നാ വിവാഹം ഈ ജൂൺ 28-ന്, അപ്പൊ നീ 2 ദിവസം കൊണ്ട് പോയിട്ട് പിറ്റേ ദിവസം തിരിച്ച് രാജസ്ഥാനിൽ വരണമെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ലീവ് കൊട്ടി ഞാൻ വിവാഹത്തിന്റെ തലേദിവസം പപ്പ വീട്ടിൽ വന്നു. ഞാനും ഷോക്കായി, എല്ലാവരും ഷോക്കായി. ഇങ്ങനെ സംഭവം, അതായത് പ്രാർത്ഥനയുടെ ഫലമാണ്. ആ സമയത്ത് ജൂൺ മാസത്തില് വളരെയധികം നാട്ടിൽ മഴയുള്ള സമയമാണ്. അപ്പൊ ഞങ്ങളുടെ ഹസ്ബൻഡിന്റെ വീട്ടില് 7 ദിവസം ചർച്ചിൽ ഉപവാസ പ്രാർത്ഥന എടുത്ത്, അപ്പൊ ആ ദിവസങ്ങളിൽ മാത്രം മഴയില്ലാതെ നല്ല കാലാവസ്ഥ എല്ലാം അനുകൂലമാക്കി ദൈവം ഞങ്ങളുടെ വിവാഹം നടക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനുശേഷം ഞങ്ങള് ഇങ്ങനെ സുവിശേഷ വേലയില്
ഞങ്ങൾ ഭുജിലേക്കാണ് ആദ്യം ഞങ്ങളുടെ ശുശ്രൂഷ ലഭിക്കുന്നത്. കച്ച് ഭുജ് എന്ന സ്ഥലത്ത് ശുശ്രൂഷയ്ക്കായിട്ട് ഞങ്ങൾ വന്നു. 2000-ൽ ഞാൻ പ്രഗ്നന്റ് ആയി. എനിക്ക് 6-ാം മാസമായപ്പോൾ എനിക്ക് പെട്ടെന്നൊരു വോമിറ്റിങ്ങും എല്ലാം വന്ന് മരണകരമായ ഒരു അവസ്ഥയിലെത്തി. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. അപ്പോഴത്തേക്ക് ഹസ്ബൻഡ് എല്ലായിടത്തും പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. ഒന്നുകിൽ കുഞ്ഞിനെ കിട്ടും അല്ലെങ്കിൽ മാതാവിനെ കിട്ടും എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു അവസ്ഥയിൽ, മരണകരമായ ഒരു അവസ്ഥയിൽ നിന്നു. അപ്പോ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു ദേവദാസൻ പറഞ്ഞു, കുഞ്ഞിനും അമ്മയ്ക്കും ഒരു കുഴപ്പം ഉണ്ടാകുകയല്ല, പാസ്റ്റർ ടെൻഷൻ ആകണ്ട. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമായിട്ട് അന്ന് ഞാൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു 6 മാസമായപ്പോൾ. അതിനുശേഷം ഞങ്ങള് പപ്പ ചണ്ഡീഗഡിലായിരുന്നു. ചണ്ഡീഗഡിലായിരുന്നപ്പോഴത്തേക്ക് അവിടെ ഒക്ടോബറിൽ എന്റെ ഡേറ്റ്, ഒക്ടോബർ മാസം തണുപ്പ് സമയം. അപ്പൊ കുഞ്ഞിനും എനിക്ക് 6 മാസം അസുഖം ഉണ്ടായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പറ്റത്തില്ല. അങ്ങനെ അതുകൊണ്ട് ഞങ്ങള് കച്ചിൽ തന്നെ എന്റെ ഡെലിവറി ആയി. ഡെലിവറി ആയതിനു ശേഷം ആൺകുഞ്ഞ് ദൈവം ഞങ്ങൾക്ക് ദാനമായിട്ട് ഒരു ആൺകുഞ്ഞിനെ തന്നു. ആൺകുഞ്ഞ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഞാന് 3 മാസമായിട്ട് ചർച്ചിൽ വിശ്വാസികളുടെ അടുത്തൊന്നും പോകാതിരിക്കുകയായിരുന്നു. അപ്പൊ ഡെലിവറി സമയത്ത് എന്റെ മമ്മിയും ആങ്ങളെയും വന്ന് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം പപ്പയും അമ്മയും നാട്ടിൽ നിന്ന് വന്നു. അപ്പൊ പപ്പയും അമ്മയും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പപ്പ കുമ്പനാട് കൺവെൻഷനേക്ക് അച്ഛൻ പോകാനായിട്ട് പപ്പയെ തിരിച്ചു നാട്ടിലോട്ട് വിട്ടപ്പം മമ്മിയും ഞാനും കുഞ്ഞും മാത്രമേ ഉള്ളായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഇപ്പൊ എനിക്ക് മമ്മി 90 ദിവസമായില്ല, നമുക്ക് വിശ്വാസികളുടെ ഒക്കെ അടുത്ത് പോകാം. ഒത്തിരി നാളായി ഞാൻ വിശ്വാസികളുടെ ഒക്കെ അടുത്ത് പോയി. വീട്ടിൽ ചർച്ചിൽ വരുമ്പോൾ കാണുന്നതുള്ളല്ലോ, അപ്പൊ നമുക്ക് പോകാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് വിശ്വാസികളുടെ അടുത്ത് പോകാൻ തക്കൊണ്ട് ഇടയായി. അപ്പം പോയപ്പോഴത്തേക്ക് ഒരു വീട്ടിൽ ഒരു തെലുങ്ക് ഭവനത്തില് അന്നും ഞങ്ങളുടെ ചർച്ചില് 14 വിശ്വാസികളെ ഉള്ളായിരുന്നു. ഉള്ളവരെല്ലാം ഗവൺമെന്റ് സ്റ്റാഫുകൾ, എയർഫോഴ്സുകാര്, ആർമിക്കാര്, BSFകാര്, പോലീസുകാര്, അങ്ങനെയുള്ള ഗവൺമെന്റ് സിവിൽ ഗവൺമെന്റ് ജോലിക്കാര്, അങ്ങനെയെല്ലാം ഗവൺമെന്റ് ജോലിക്കാരായിരുന്നു. അപ്പൊ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ ഞങ്ങള് ഒരു തെലുങ്ക് ഭവനത്തിലാ ചെന്ന. അവിടെ ഒരു സ്ത്രീ ഇരുന്നു. അപ്പൊ ആ സ്ത്രീയെ കണ്ടുകൊണ്ട് ദൈവാത്മാവ് എന്റെ ഉള്ളിൽ പറഞ്ഞു, അവരോട് നീ സുവിശേഷം അറിയിക്കുക, അവര് സൂയിസൈഡ് ചെയ്യാൻ പോയ വ്യക്തിയാണ്. അങ്ങനെ ഞാൻ അവരുടെ കൂട്ടത്തിൽ പോയി ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യം ദൈവാത്മാവ് എന്നോട് പറയും. അത് ഞാൻ ആ സ്ത്രീയോട് പറഞ്ഞു. അപ്പൊ ആ സ്ത്രീയോട് പറയുമ്പോഴത്തേക്ക് സത്യമായിരുന്നു, അവര് അവിടെ തലാബില് സൂയിസൈഡ് ചെയ്യാൻ പോയ വ്യക്തി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി നിങ്ങൾ യേശുവിനെ മാത്രമേ സ്വീകരിക്കാവുള്ളൂ, യേശുവിന്റെ പൈതലായി ജീവിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടുമെന്നും പറഞ്ഞ് ഞങ്ങളെ ആശീർവദിച്ച് പ്രാർത്ഥിച്ചിട്ട് ഞാൻ അടുത്ത വീട്ടിൽ പോയി ഡിന്നർ കഴിച്ച് ഞങ്ങൾ വീട്ടിൽ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ആ ദിവസങ്ങളിൽ ഇങ്ങനെ ഓരോ ദിവസം ഞങ്ങൾ ഇങ്ങനെ വിസിറ്റിങ്ങിന് പോകാൻ തുടങ്ങി. അപ്പൊ ഒരു ദിവസം സന്ധ്യായാമത്തിൽ ഞങ്ങൾ തിരിച്ചു വന്നു കഴിഞ്ഞ് വീട്ടില് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ യെശയ്യാ പ്രവചനം 24 അധ്യായം ഞാൻ വായിച്ചപ്പോ ദൈവാത്മാവ് എന്നോട് ഇടപെടാൻ തുടങ്ങി. നീ വീണ്ടും വായിക്കുക. ഞാൻ പിന്നെ യെശയ്യാ പ്രവചനം 24 അധ്യായം വായിച്ചപ്പോ ഭൂകമ്പത്തെ പറ്റിയുള്ള കാര്യം. അപ്പൊ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ഭൂകമ്പം ഉണ്ടായ ഇങ്ങനെ അമ്മ എന്നൊക്കെ പറഞ്ഞെല്ലാം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ച് കടന്നു. പിറ്റേ ദിവസം ആയപ്പം പിന്നെ ഞങ്ങള് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വിശ്വാസികളുടെ വീടുകളിലൊക്കെ വിസിറ്റിംഗ് എല്ലാം ചെയ്ത് ഇങ്ങനെ വന്ന് ജനുവരി മാസം ആയി. അത് 14-ാം തീയതി ഞങ്ങള് ടൗസിന്റെ മുകളിൽ കയറി ഇങ്ങനെ ഇരുന്നപ്പം അവിടെ എല്ലാ ആൾക്കാരും പട്ടം പറപ്പിക്കുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പൊ അത് കണ്ടോണ്ടിരിപ്പം അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു, ഇവരെല്ലാം നമ്മുടെ വിശ്വാസികളാകുവാണെങ്കിൽ വളരെ നല്ല ഒത്തിരി വിശ്വാസികളെ നമുക്ക് കിട്ടുമല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അമ്മേ നമുക്ക് കിട്ടും, ഇവരെല്ലാം നമ്മുടെ വിശ്വാസികളായിട്ട് വരും, നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന്. അങ്ങനെ പറഞ്ഞ് ഞങ്ങള് ഇരുന്ന് അതിനുശേഷം പിന്നെ രാത്രിയായി വന്ന് 20-ാം തീയതി എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഭാരം. ഞാൻ ബൈബിൾ എടുത്ത് വായിച്ചു, പ്രാർത്ഥിച്ചു. പിന്നെ എനിക്ക് ഭാരം പോകുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവത്തിന് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെയും ബൈബിൾ എടുത്ത് വായിക്കുന്നു, പിന്നെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സിനങ്ങ് എന്തോ ഒരു വെപ്രാളം പോലെ. അപ്പം പിന്നെ ഞാൻ വന്ന് കിടന്നു മയക്കത്തിൽ ഞാനൊരു ദർശനം കാണുകയാണ്. ആ ദർശനത്തിനകത്ത് അച്ഛന്
പണ്ട് കാലത്തെ ഫോൾഡിങ് കസേരയിൽ അച്ഛൻ ബൈബിളുമായിട്ടിരിക്കുന്ന ഞാൻ അടുത്തിരിപ്പുണ്ട്, കുഞ്ഞില്ല. അപ്പൊ കുഞ്ഞേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ചാടി ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. അപ്പൊ ഒരു ശബ്ദം ഞാൻ കേട്ടു, മലാഖി പ്രവചനം വായിക്കാൻ. അപ്പൊ ഞാൻ ചാടി എഴുന്നേറ്റ് നോക്കിയപ്പോ മമ്മി കട്ടിലെ കിടപ്പുണ്ട്, കുഞ്ഞും അടുത്ത് കിടപ്പുണ്ട്. പിന്നെ ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് ബൈബിൾ എടുത്ത് വായിച്ചതിന് ശേഷം അപ്പം മനസ്സിലായി കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ളതാണ്. അത് ഞാൻ പിന്നെ അച്ഛനോട് ഫോൺ വിളിച്ചപ്പോ അച്ഛനോട് പറഞ്ഞു. അപ്പൊ ജനുവരി മാസം 7-ാം തീയതി നാട്ടിൽ ഭൂകമ്പം ഉണ്ടായി. അപ്പൊ ഞാൻ അത് കേട്ട്, അപ്പൊ ഞാൻ നാട്ടില് വീട്ടിലോട്ട് വിളിച്ച് ചോദിച്ചപ്പോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏകദേശം എനിക്ക് സിംറ്റംസ് ഒക്കെ മനസ്സിലായി. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ശനിയാഴ്ച ആരാധന സമയത്ത് ഞാൻ ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്, എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണമെന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞു. അതിനുശേഷം ഞാനിങ്ങനെ ഇരിക്കുമ്പോ സാക്ഷ്യത്തിന്റെ സമയത്ത് സാക്ഷ്യം പറഞ്ഞിരുന്നപ്പോ ഈ ഡിസംബർ മാസം 31-ാം തീയതി ഞങ്ങളെല്ലാം പ്രോമിസ് വേർഡ് എടുക്കും. അങ്ങനെ പ്രോമിസ് വേർഡ് എടുക്കുമ്പോ ഞാന് കിച്ചണിലിരുന്ന് കോഫി ഉണ്ടാക്കും, കോഫിയും കേക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പൊ കോഫി ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ എല്ലാവർക്കും വാഗ്ദത്ത വാക്യം എടുത്തു. അപ്പൊ മോന് മാത്രം വാഗ്ദത്ത വാക്യം എടുത്തില്ല. അപ്പൊ ഞാൻ കിച്ചണിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, അച്ഛാ മോനും കൂടെ ഒരെണ്ണം എടുക്കണേന്ന്. അപ്പൊ അങ്ങനെ എടുക്കാൻ വേണ്ടി എടുത്തപ്പോഴത്തേക്കും മോന് കിട്ടിയ വാക്യം ആവർത്തന പുസ്തകം 8:7, നല്ലൊരു ദേശത്തേക്കല്ലോ നിന്നെ കൊണ്ടുപോകുന്നത്. അങ്ങനെ കിട്ടിയിട്ടും എനിക്ക് അത് ആത്മീയമായിട്ട് എനിക്കത് മനസ്സിലാകുന്നില്ല. ദൈവം നമ്മളോട് നേരത്തെ പറഞ്ഞു എന്നുള്ള ആ ഒരു കാര്യം. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് അച്ഛൻ കൺവെൻഷന് പോകുന്നു. അതിനുശേഷം ഞങ്ങൾ ഇങ്ങനെ ഈ കൺവെൻഷന് ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു ഇതുണ്ട്, ഈ പ്രവാചകന്മാരെ ഒക്കെ ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അവസരം. അപ്പൊ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ദേവാത്മാവ് ഞങ്ങളുടെ സഭയെ കുറിച്ച് ദൂത് പറഞ്ഞു. ഞങ്ങളുടെ സഭയിൽ നിന്ന് 5 പേര് മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന് വിശ്വസിക്കാൻ പറ്റില്ല. ക്യോങ്കി ഞങ്ങളുടെ എല്ലാ വിശ്വാസികളും യങ്ങസ്റ്റ് ആണ്, ആരും പ്രായമുള്ളവരില്ല. ഉള്ളവരില്ലാത്തതുകൊണ്ട് ആരാ മരിക്കുന്നത്? അപ്പൊ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അത് കേട്ട് അത് അച്ഛൻ കൺവെൻഷൻ സമയത്ത് എന്നോട് വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ഒരു ദൂത് വന്നിട്ടുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഇരിക്കുമ്പം ബുധനാഴ്ച ആയപ്പോഴത്തേക്ക് കൺവെൻഷന് ദിവസം ഒരു ദേവദാസൻ ദൂത് പറഞ്ഞ് ഒരു ഭൂകമ്പം നടക്കാൻ പോവുകയാണ്. ആ ഭൂകമ്പത്തിൽ വിശ്വാസികളും മരിക്കും, അവിശ്വാസികൾ ഒത്തിരി പേര് മരിക്കും, അതിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്ന ഒരു ജുണ്ടുണ്ടെന്ന് പറഞ്ഞു. അതെല്ലാം കേട്ട് അച്ഛന് കേൾക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഗാന്ധിധാം നാഗർകോവിൽ ട്രെയിൻ അച്ഛൻ വ്യാഴാഴ്ച കയറി. ഭൂകമ്പം ജനുവരി 26-ാം തീയതി നടക്കുന്നു. 26-ാം തീയതി ഞാൻ വെളുപ്പിനെ എഴുന്നേറ്റ് ഞങ്ങൾക്ക് പാല് മേടിച്ച് ഞാൻ ടീപ്പോയിൽ ഫ്രണ്ടിൽ ആരാധന ഹോള് അവിടെ കൊണ്ട് ടീപ്പോയിൽ വെച്ചിട്ട് ഞാൻ റൂമിനകത്ത് വന്ന് കയറി കടന്ന് അങ്ങ് ഉറങ്ങിപ്പോയി. 6 മണിക്ക് ശേഷം ഉറങ്ങി. ഒരു 8:30 ആയപ്പോ എന്റെ തുടയ്ക്ക് ആരോ തട്ടിയപ്പോ ഞാൻ ചാടി എഴുന്നേറ്റ് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ചമ്പളക്കുടുക്കി ഇട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ഭൂകമ്പം വന്ന് ഇങ്ങനെ ഞങ്ങളുടെ റൂം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞങ്ങള് അന്ന് ഒരു പോലീസുകാരന്റെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. രാജ്കോട്ട് ഒരു DYSPയുടെ വീട്ടിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ വീട്ടിലെ ഓണറുടെ ചേച്ചി എന്നെ വിളിക്കുന്നുണ്ട്, സുജാബേൻ. എന്റെ വീട്ടിലെ പേര് സുജ എന്നാണ്. അപ്പം സുജാബേൻ നീച്ചി ആജാവോ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് വിശ്വാസമില്ല. ക്യോങ്കി ഞാൻ മരിച്ചു പോകും, ഈ ഭൂകമ്പത്തിൽ ഞാൻ പെട്ടുപോകും. അപ്പം എന്റെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഞാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഭൂകമ്പം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രണ്ടില് ഞങ്ങളുടെ രാജാറാം ഹോസ്പിറ്റലുണ്ട്, സിറ്റിയിൽ തന്നെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ വന്ന് ഞാൻ ഇങ്ങനെ എത്തി നോക്കിയപ്പം പൊടിപടലങ്ങളും പിന്നെ ഭയങ്കര കരച്ചിലും ബഹളവും എല്ലാം. പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു, നമുക്ക് താഴെ ഇറങ്ങിപ്പോവാം, വീട്ടുകാർ വിളിക്കുന്നുണ്ടെന്ന്. അപ്പനെ ഞങ്ങളുടെ വീട്ടിലെ ചേച്ചിയുടെ പേര് ഫാൽഗുണി എന്ന്. അപ്പൊ അവിടുന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു പായ എടുത്തോണ്ട് രാജാറാം ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടില് ഞാനും ചേച്ചിയും, അവിടെ 2 ബയ്യന്മാരാണ്, ബയ്യന്മാർക്ക് 2 ആ ചേച്ചിമാര് 2ഉം, മമ്മിയും ഞാനും കുഞ്ഞും, ചേച്ചിക്ക് ഒരു മോളുണ്ട്. ഞങ്ങൾ എല്ലാവരും ആ പായിൽ ഇരിക്കുക. അപ്പം ഓരോരുത്തർ കൈയില്ലാതെ കാലില്ലാതെ പിന്നെ ഡെഡ് ബോഡി ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാരുടെ വലിയൊരു കവിഞ്ഞൊഴുക്ക്. അപ്പോ ദൈവം അതിൽ നിന്ന്
മരണത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഞങ്ങളുടെ ചർച്ചിൽ ഇടയ്ക്കിടയ്ക്ക് കത്തോലിക്കയിലെ ഒരു ബ്രദർ വരുമായിരുന്നു, BSFിലെ ഒരു ബ്രദർ. ആദ്യമായിട്ട് ആ BSFിലെ ബ്രദറാണ് വരുന്നത്. അപ്പൊ അച്ഛന് നാട്ടിൽ പോയെന്ന് അറിയാം. അപ്പം ബ്രദർ വന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, അപ്പൊ ഞാൻ മറ്റുള്ളവരെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ബ്രദർ അങ്ങ് പോയി. അത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ചോലയും പൂരിയും എല്ലാവർക്കും ആഹാരം കൊടുക്കുന്നു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, ഞാൻ പോയി ക്യൂവിൽ നിന്നിട്ട് ഞാൻ ആഹാരം മേടിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ക്യൂവിൽ നിൽക്കുക. ക്യൂവിൽ നിന്നപ്പം ഞങ്ങളുടെ സെക്രട്ടറി സംസ്കാർ എന്ന ഗ്രാമത്തിലാണ് താമസിക്കുന്നത്. അപ്പൊ അങ്കിള് വന്ന് എന്നോട് പറഞ്ഞ്, സിസ്റ്ററൊക്കെ പാസ്റ്റർ ഇവിടെ ഇല്ലല്ലോ, തന്നെ അല്ലേ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, എന്നാ നമുക്ക് അങ്കിളൊക്കെ വിളിക്കുമല്ലേ, നമുക്ക് അങ്കിളിന്റെ കൂടെ പോവാന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങള് അങ്കിളുടെ അടുത്ത് പോയി. സംസ്കാർ ഗ്രാമത്തിൽ പോയി ഇങ്ങനെ താമസിക്കുമ്പോ അവൻ നമ്മുടെ ചർച്ചിൽ പോലീസിലെ ഒരു അങ്കിളുണ്ട്, റെജി അങ്കിള്. അപ്പൊ അങ്കിളും ഫാമിലിയും, രഞ്ജിത്ത് ബ്രദർ എന്ന് പറഞ്ഞ ഒരു ഫാമിലി, പിന്നെ സെക്രട്ടറി ഫാമിലി, പിന്നെ ഞങ്ങള്, അത്രയും പേര് ഞങ്ങൾ ആ വീട്ടിൽ ഇങ്ങനെ താമസിച്ചുകൊണ്ട്, അവര് ഗ്രൗണ്ട് ഫ്ലോറിലാണ് താമസിക്കുന്നത്. അപ്പൊ അവിടെ ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോ അച്ഛനെ ഭൂകമ്പത്തിന് ശേഷം കച്ചിന്ന് ഞങ്ങൾക്ക് ഗാന്ധിധാമിൽ നിന്ന് ഭുജ് വരെ 60 കിലോമീറ്റർ, അവിടെ വരെ ട്രെയിൻ വന്നിട്ടില്ല. അപ്പം ബസ്സിൽ കാർ പിടിച്ച് അവിടെ എത്തിയപ്പോ അവിടെ ഞങ്ങളുടെ വീടിന്റെ ഹോളിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ച്, സുജാബേനും കുട്ടിക്കും കുഴപ്പമൊന്നുമില്ല, അവര് സംസ്കാർ നഗർ ഗ്രാമത്തിലാണ്. ഈ ഞങ്ങളുടെ വീട്ടുകാരെല്ലാം അവര് രാജ്കോട്ടേക്ക് പോയി. ഇപ്പൊ അവിടെ എഴുതി വെച്ചിരിക്കുക. അപ്പൊ അച്ഛന് ഗുജറാത്തി വായിക്കാൻ അറിയത്തില്ല. അപ്പം അടുത്ത ഒരു താഴെ ചെന്ന് ഒരു ചെറുക്കനെ കൊണ്ട് വായിപ്പിച്ച, അപ്പൊ ഇന്ന സ്ഥലത്താന്ന് മനസ്സിലായി. പിന്നെ പെട്ടെന്ന് അച്ഛൻ അവിടെ വന്ന് കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിച്ച്, ഞങ്ങൾ എല്ലാരും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇനിയും എയർഫോഴ്സ് ക്യാമ്പിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അവിടെ നമ്മുടെ വിശ്വാസികളുണ്ട്, അവരെയൊക്കെ കാണാൻ പോകാം, മറ്റു വിശ്വാസികളെ കാണാം. അപ്പൊ മമ്മി എന്നോട് പറഞ്ഞു, എന്നാ ഞാനും വരും. അപ്പൊ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി വരണ്ട, ഞാനും അച്ഛനും കുഞ്ഞും കൂടെ പോയിട്ട് പോകാന്ന്. അങ്ങനെ ഞങ്ങള് പോകാനായിട്ട് ഓട്ടോക്കാരോട് അന്ന് ഞങ്ങൾക്ക് 35 രൂപ മതി എയർഫോഴ്സ് ക്യാമ്പ് വരെ എത്താൻ. അപ്പം ഓട്ടോക്കാരൻ എന്നോട് പറഞ്ഞു 100 രൂപ കൊടുക്കണമെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങള് 100 രൂപ തരികയല്ല, ഞങ്ങൾ നടന്നു പൊക്കോളാന്ന്. അച്ഛനോട് ഞാൻ പറഞ്ഞു, നമുക്ക് നടക്കാമെന്ന്. അങ്ങനെ ഞങ്ങള് നടന്ന് 3 അടുത്തിരുന്ന് കുഞ്ഞിന് പാലൊക്കെ കൊടുത്ത് ക്യാമ്പിന്റെ ഫ്രണ്ട് ഗേറ്റിന്റെ അവിടെ എത്തിയപ്പോ ഞാൻ സുവിശേഷം പറഞ്ഞ ആ സ്ത്രീ വരുന്നു. എന്നോട് പറഞ്ഞു, ഓ ബേൻ തേര ആപ്കാ യീശു മസീഹ് ജിന്ദാ ഭഗവാനെ ഹേ തോ മേരെ ബച്ചോക്കോ ബചാവോ എന്ന് പറഞ്ഞ് അവര് 4 നിലയുടെ താമസിച്ചുകൊണ്ടിരുന്ന ഭൂകമ്പ സമയത്ത് അവിടുന്ന് വെളിയിലേക്ക് ചാടി. അവർക്ക് ഒരു കുഴപ്പവും ഇല്ല, കുഞ്ഞിന് സുരക്ഷിതമായിട്ടിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ ഭഗവാൻ യേശു ഭഗവാനെ നല്ലതായിട്ട് സംരക്ഷിച്ച് ഇനിയും നിങ്ങൾ യേശുവിനെ സ്വീകരിക്കാവുള്ളെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചിട്ട് ഞാൻ ക്യാമ്പിലേക്ക് പോയി ഞങ്ങളുടെ വിശ്വാസികളെ എല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ ആ സമയത്ത് എന്റെ പപ്പ ചണ്ഡീഗഡിൽ നിന്ന് എയർപോർട്ടിലെത്തി, ഭുജിൽ കച്ചിലെത്തി, എയർഫോഴ്സ് ക്യാമ്പിലെത്തി. എത്തിയിട്ട് ഞങ്ങൾ തമ്മിൽ കാണുന്നില്ല. അപ്പൊ പപ്പ വരുമ്പോഴത്തേക്ക് ഒരു ബോട്ടിൽ വെള്ളവും കുറച്ച് ഡ്രൈ ഫ്രൂട്ടും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ജനുവരി 26 ആകുമ്പോൾ, മന്തിന്റെ ലാസ്റ്റ് ആകുമ്പോൾ ആരുടെയും കയ്യിൽ അങ്ങനെ പൈസ ഒന്നുമില്ല. അപ്പം കൂട്ടുകാരൊക്കെയാ പൈസ കൊടുത്തേ. അപ്പൊ ആ പൈസയും ആയിട്ട് അപ്പം TV-യിൽ കൂടെ കാണിക്കുമ്പോൾ TV-യിൽ കണ്ട് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത ബിൽഡിംഗ് എല്ലാം മറിഞ്ഞു പോയി. അപ്പൊ ഞാനും മരിച്ചു എന്നാണ് പപ്പയൊക്കെ വിചാരിക്കുന്നത്. എന്തിനാ പോകുന്ന, ഡെഡ് ബോഡി പോലും കിട്ടത്തില്ല, പിന്നെ എന്തിനാ പോകുന്നത്. അപ്പം പപ്പയുടെ കൂട്ടുകാരെല്ലാം പറഞ്ഞ അവരൊരു നല്ല കാര്യത്തിനാ പോയിരിക്കുന്നത്, ദൈവം അവൾക്കൊന്നും വരുത്തത്തില്ല. പപ്പായ്ക്ക് വിശ്വാസമില്ല, ക്യോങ്കി അടുത്തുള്ള എല്ലാ ബിൽഡിങ്ങും പോയി. അപ്പൊ ഞങ്ങളും പോയെന്നാണ് പപ്പ വിചാരിക്കുന്നത്. അപ്പൊ ക്യാമ്പിൽ വന്ന് ആ സമയത്ത് ഇസ്രായേലിൽ നിന്ന് വിദേശികൾ വന്ന് അനേകരെ രക്ഷിക്കുന്നു. അപ്പൊ പപ്പ അവരുടെ കൂട്ടത്തിൽ പോയി. എവിടെയാ താമസിക്കുന്നതെന്നാൽ എല്ലാം പൊട്ടിപ്പറഞ്ഞ് കിടക്കുകയാണ്. അപ്പൊ ഒത്തിരി ഭൂമിക്കടിയിൽ നിന്നെല്ലാം ആൾക്കാരെ എല്ലാം രക്ഷിക്കാനൊക്കെ പപ്പ രക്ഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ
ഞങ്ങളുടെ സ്വന്തം മകളെയും മകനെയോ മരുമോനെയോ ഒന്നും കാണുന്നില്ല, എന്താ ഏതാ ഒന്നും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ രാത്രിയിൽ ഇങ്ങനെ നടന്നു, പകലെല്ലാം ഒത്തിരി പേരെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് ഇങ്ങനെ അലഞ്ഞു നടക്കുമ്പോൾ രാത്രി സമയത്ത് 2 സ്ത്രീകൾ മലയാളത്തിൽ വർത്താനം പറഞ്ഞുകൊണ്ട് പോകുന്നു. അപ്പം പപ്പ ഓടി വന്നു. ഓടി അവരുടെ അടുത്ത് ചെന്ന്, നിങ്ങൾ മലയാളികളല്ല, ഞാനും ഒരു മലയാളിയാ, എന്റെ മരുമോന്റെ പേര് ജോൺസൺ, ആ പാസ്റ്റർ, IPCയിലെ പാസ്റ്ററാണ്, എന്റെ മോള് സുജ എന്ന പേര്. അപ്പൊ പറഞ്ഞ്, ആ പാസ്റ്ററങ്ങളെ ഞങ്ങൾക്കറിയാം, ഇന്ന് അങ്കിള് ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കും, രാവിലെ ഞങ്ങൾ അവിടെ കൊണ്ടെത്തി. അവര് ഗ്രാമത്തിലാ താമസിക്കുന്ന, രാത്രിയായി, നമുക്കിപ്പം എല്ലാം പൊട്ടിപ്പറഞ്ഞ് നടക്കൊണ്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല, നാളെ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അങ്ങനെ അങ്കിള് പപ്പയെന്ന് സിസ്റ്റർമാരുടെ കൂടെ താമസിച്ചു ഹോസ്പിറ്റലിൽ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്ക് ആർമിയിലെ ഒരു മോനുവൻ കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ അടുത്ത് വന്നു. ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ഞങ്ങളുടെ വിശ്വാസികളെല്ലാം ഗവൺമെന്റ് സ്റ്റാഫുകൾ, അവർക്കെല്ലാം ഗവൺമെന്റിൽ നിന്ന് അവനവന്റെ സംസ്ഥാനത്തേക്ക് പോകുവാനുള്ള എല്ലാ കാര്യവും ക്രമീകരിച്ചു. അപ്പം ഞങ്ങൾക്ക്, എന്റെ കയ്യിൽ പൈസയുണ്ട്, എനിക്ക് ശ്രീധരൻ കിട്ടിയ പൈസ ഞങ്ങളുടെ ബാങ്കിൽ കിടപ്പുണ്ട്. അപ്പൊ എല്ലാം ബാങ്കെല്ലാം പൊട്ടിപ്പോയി, എങ്ങനെ എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ഇങ്ങനെ ഞാനിങ്ങനെ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ പപ്പായെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പൊ പിന്നെ പപ്പ പെട്ടെന്ന് കുഞ്ഞിനെ എടുത്ത് സംസാരിക്കുകയോ എങ്ങനെയൊക്കെ ചെയ്ത്, അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പപ്പ എന്നോട് പറഞ്ഞു, മോനെ, നമുക്ക് ഇവിടെ എല്ലാ ശവങ്ങൾ കൊണ്ട് നിറഞ്ഞു കിടക്കുക, അതുകൊണ്ട് 1 മാസത്തേക്ക് ചണ്ഡീഗഡിൽ വന്ന് താമസിക്കുക, അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ ഇങ്ങോട്ട് പോരും, എല്ലാം ശാന്തമായി കഴിഞ്ഞ് പോരാ. അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, പപ്പ ഇങ്ങനെ നമ്മളെ വിളിക്കുന്നുണ്ട്, നമുക്ക് പോകാന്ന് പറഞ്ഞു. നമ്മൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്, നമ്മള് വിശ്വാസികൾ എല്ലാരും അവനവന്റെ സംസ്ഥാനത്തേക്ക് പോകും. പിന്നെ അവിടെ വെള്ളമില്ല, ആ സമയത്ത് കറണ്ട് ഇല്ല, ഭയങ്കര ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ. അപ്പൊ നമ്മൾ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന എങ്ങനെയാ, അച്ഛൻ അന്നും നല്ലതായിട്ട് ഭാഷ അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇരുന്ന എങ്ങനെയാന്ന് ചോദിച്ചു. അങ്ങനെ അപ്പൊ അച്ഛനും പറഞ്ഞു, എന്നാ നമുക്ക് പോകാന്ന്. അങ്ങനെ ഞങ്ങള് സംസ്ഥാന നഗറിൽ നിന്ന് ഞങ്ങള് നമ്മുടെ ഹോളിലേക്ക് വന്നു. ഹോളിൽ വന്ന് മോന് മാത്രമുള്ള ഡ്രസ്സ് എടുത്ത്, ഒരു സൂട്ട് കേസിനകത്ത് മൊത്തം മോന്റെ ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ താഴെ വന്നപ്പം ഞങ്ങളുടെ റീജിയണിന്ന് പാസ്റ്റർമാരെല്ലാം, ഒരു ജീപ്പ് പാസ്റ്റർമാർ വന്ന്, ഇപ്പൊ സെൻട്രൽ പാസ്റ്റർ കുഞ്ഞിനെ എടുത്ത്, അപ്പം 3 കുമ്പനാട്ട് പോയിട്ട് തിരിച്ചു വരുമ്പം ഞങ്ങളെ കാണാൻ അതുവരെയും വന്നിട്ടില്ലായിരുന്നു പാസ്റ്ററുകൾ. അങ്ങള് കുഞ്ഞിനെ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, മോളെ 1 മാസം കൊണ്ട് നീ പോയിട്ട് തിരിച്ചു വരണം. ഞാൻ പറഞ്ഞു, യെസ് അങ്കിൾ, ഞാൻ 1 മാസം കഴിയുമ്പോൾ തിരിച്ചു വരാന്ന് പറഞ്ഞു. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.comൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് അഹമ്മദാബാദിൽ നിന്ന് ഭുജിന്ന് അഹമ്മദാബാദ് ബസ് കയറി റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പം പപ്പയ്ക്ക് വാറണ്ടുണ്ട്, പപ്പ ടിക്കറ്റ് വേണ്ട, ഞങ്ങൾക്ക് 3 പേർക്ക് ടിക്കറ്റ് വേണം. അപ്പം പപ്പായെ പൈസ അച്ഛൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളുടെ 3 പേരുടെയും ടിക്കറ്റ് എടുക്കാൻ. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ടിക്കറ്റ് പോയി എടുത്ത് ഞങ്ങൾ ഡൽഹിക്കുള്ള ട്രെയിൻ കയറി. എനിക്ക് മാത്രം സീറ്റ് കിട്ടി ഇരിക്കാൻ, ഭയങ്കര തിരക്ക്. അപ്പൊ സൈഡിൽ എനിക്ക് ഒരു കൂലി സീറ്റ് പിടിച്ചു തന്നു. ഞാൻ ആ സൈഡ് സീറ്റിൽ ഇരിക്കുമ്പോൾ മോനൊന്ന് കരഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്തു, ഇനി ഉറങ്ങാനായിരിക്കും, രാത്രിയിൽ ഒക്കെ ഇത്രയും ട്രാവൽ ചെയ്ത് വന്നതല്ലേ എന്ന് ഓർത്ത് ഞാൻ പാല് കൊടുത്തു. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കഴിഞ്ഞപ്പം പാല് കുടിക്കുന്നില്ല. മോൻ ഇത്ര പെട്ടെന്ന് ഉറങ്ങിയോ എന്ന് നോക്കി ഞാൻ ഇങ്ങനെ നോക്കിയപ്പോ മോന്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് ചാടുക, വായിൽ നിന്ന് ഒരേ പതയം വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അച്ഛാ, കുഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ ചാടി അച്ഛന് പപ്പയൊക്കെ അങ്ങേ സൈഡിലായിരുന്നു, ഞാൻ ഇങ്ങേ സൈഡിൽ ഒറ്റയ്ക്ക് ഇരിക്കുവായിരുന്നു. പപ്പ പെട്ടെന്ന് വന്ന് കുഞ്ഞിനെ എടുത്തുകൊണ്ട് ട്രെയിനിൽ നിന്ന് ഇറങ്ങി. പെട്ടെന്ന് പപ്പ ഹോസ്പിറ്റലിലോട്ട് പോയി. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയപ്പോ ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ അന്നേരം പറഞ്ഞു, എനിക്കിപ്പൊ എന്റെ കുഞ്ഞിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ നിർബന്ധം പിടിച്ച് പിന്നെ അവിടുന്ന് ഒരു കൂലിയെ വിളിച്ച് ഓട്ടോ വിളിച്ച് ഷാർദ്ര എന്ന ഹോസ്പിറ്റലിൽ എത്തി. അവിടെ എത്തിയപ്പം മോൻ മരിച്ചു, എന്റെ കയ്യിലിരുന്ന് തന്നെ മരിച്ചു.
അപ്പം അച്ഛാ പപ്പ പറഞ്ഞു ദൈവം തന്നു ദൈവം എടുത്തു. അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ മോൻ മരിച്ചുപോയി. ഇനി നമുക്ക് അടക്കണമെങ്കിൽ 4 ചർച്ചുണ്ട് അഹമ്മദാബാദിൽ IPCയുടെ. പക്ഷെ ആരുടെ ഫോൺ നമ്പരോ പെട്ടെന്ന് പോയിട്ട് ഒന്നും എടുക്കാതെ പോയത്. അപ്പൊ ഇങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുമ്പോ ഒരു നേഴ്സ് ആ തിരക്കിലൂടെ വരുന്നു. അപ്പൊ ഞാൻ ആ നേഴ്സിന്റെ അടുത്ത് ഓടിച്ചെന്ന്, മലയാളിയാന്ന് കണ്ട ഉടനെ മനസ്സിലായി. അപ്പൊ ഞാൻ ആന്റിയോട് പോയി സംസാരിച്ചു, ഞാൻ ഇങ്ങനെ ചണ്ഡീഗഡിൽ പോകാൻ വന്ന ആന്റി, എന്റെ കുഞ്ഞ് ട്രെയിനിൽ വെച്ച് മരിച്ചു പോയെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു സാറ്, ആന്റി പറഞ്ഞു അവര് യാക്കോബക്കാരി, അവരുടെ ചർച്ചിൽ അടക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അല്ല ആന്റി എങ്ങനെയും ഞങ്ങളുടെ പാസ്റ്റർമാരുടെ ഒരു നമ്പർ, 4 ചർച്ചുണ്ട് ഞങ്ങൾക്ക് അഹമ്മദാബാദിൽ IPCയുടെ, ആരുടെ എങ്കിലും ഒരു നമ്പർ എടുത്ത്. അങ്ങനെ ലാസ്റ്റ് ഏറ്റവും ആദ്യം സ്വതന്ത്ര ചർച്ച് വന്നു, പിന്നെ ഏറ്റവും ലാസ്റ്റിൽ നമ്മുടെ IPC ഹൻസോൾ ചർച്ചിൽ കൊണ്ടുവന്ന് അവിടെ വന്ന് കുഞ്ഞിനെ ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്ററൊക്കെ ആനന്ദിൽ നിന്ന് വന്ന് അടക്കം നടത്തി. ജനുവരി 30-ാം തീയതി മോനും മരിക്കുന്നത് ബ്രെയിൻ ഹാമറേജ് വന്നാണ്. ഈ ശബ്ദം കൊണ്ട് നമ്മള് റെയിൽവേ പട്ടരിയിൽ കൂടെ പോകുമ്പോൾ, പാലത്തെ കൂടെ പോകുമ്പോൾ കടകടാന്ന് ശബ്ദമില്ല, അതുപോലത്തെ ശബ്ദം കൊണ്ടാണ് കുഞ്ഞിന്റെ ബ്രെയിൻ പൊട്ടി. അങ്ങനെയാണ് കുഞ്ഞ് മരിക്കാനിടയായി തീർന്നത്. അവിടെ അടക്കം കഴിഞ്ഞു. പിന്നെ വ്യാഴാഴ്ച ആയപ്പം ഞങ്ങള് കോട്ടേജ് മീറ്റിങ്ങില് അവിടെ 3 മാസം ഞങ്ങൾ ശുശ്രൂഷിക്കാൻ തക്കവണ്ണം ഇടയായി. അതിനായിട്ട് നമ്മൾ ഹസ്ബൻഡ് വിവാഹത്തിന് മുൻപ് ഈ 2 കുഞ്ഞുങ്ങൾ വേണം, കുഞ്ഞുങ്ങളുടെ പേര് വരെയും അച്ഛൻ പറഞ്ഞു. ആശിഷ് ഒരു മോന് ഒരു മോള്, മോൾക്ക് ആഷിമ എന്ന പേര്. അങ്ങനെ ഇത് എല്ലാം നേരത്തെ തന്നെ എല്ലാം അച്ഛൻ ഫിക്സ് ആക്കി വെച്ചു. ദൈവത്തിന്റെ ഹിതപ്രകാരമായിരിക്കാം. ദൈവം അത് കഴിഞ്ഞ് ഞങ്ങള് 3 മാസം ഹൻസോൾ ചർച്ചിൽ ആരാധന എല്ലാം കഴിഞ്ഞ് 3-ാമത്തെ മാസം ഞങ്ങള് ചണ്ഡീഗഡിന് പോകാനായിട്ട് ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോ അച്ഛനെ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഞങ്ങളുടെ ബ്രദറ് ഇവിടെ ഡൽഹി ഡിഫൻസ് കോളനി താമസിക്കുക. അപ്പൊ ഡിഫൻസ് കോളനി ബ്രദറിന്റെ അടുത്ത് വന്ന് ഇരിക്കുമ്പോൾ ഞാൻ ദർശനത്തിൽ കണ്ട അതേ കസേരയിൽ അച്ഛൻ ബൈബിളുമായിട്ടിരിക്കുന്നു, ഞാൻ അടുത്തിരിക്കുന്നു. കുഞ്ഞിനെ അടക്കം ചെയ്തതിന് ശേഷം ഞങ്ങള് ഡൽഹിയിൽ വന്ന് അപ്പൊ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ദർശനം കണ്ട അതേ സ്പോട്ടാണല്ലോ ഇതെന്ന്. അപ്പൊ ഇപ്പോഴും എന്റെ ബ്രദർ ഇവിടെ തന്നെ ഡൽഹിയിലെ ഡിഫൻസ് കോളനി ഇപ്പോഴും ആ റൂമിൽ തന്നെ താമസിക്കുന്നത്. അതിനുശേഷം ഞങ്ങൾ അവിടുന്ന് ഒരാഴ്ചയോളം ബ്രദറിന്റെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഞങ്ങൾ ചണ്ഡീഗഡിൽ വന്ന സമയത്ത് എനിക്ക് കുഞ്ഞു ഫീഡ് ചെയ്യാത്തതുകൊണ്ട് ബ്രസ്റ്റിന് പ്രോബ്ലം ആയി. അങ്ങനെ എനിക്ക് പിന്നെ ഞങ്ങള് 2 ആഴ്ചയോളം പപ്പയുടെ ഒക്കെ കൂടെ താമസിച്ചിട്ട് പിന്നെ ഞങ്ങള് നാട്ടിൽ വന്ന് മെഡിക്കൽ കോളേജിൽ ചെന്നു. പിന്നെ ഓപ്പറേഷൻ നടന്ന് എന്റെ 6 മാസത്തോളം ട്യൂബ് ഇട്ട് പഴുപ്പെടുത്തോണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങള് പിന്നെയും കച്ചിലേക്ക് തന്നെ പോയതിനു ശേഷം നമുക്ക് അവിടെ സുവിശേഷ വേലയോടുള്ള ബന്ധത്തില് ഇങ്ങനെ ഓരോ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ എനിക്ക് ഓരോന്നും ഇങ്ങനെ ദൈവാത്മാവ് കാണിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോ എനിക്കൊരു ദർശനം കണ്ട് ഒരു നെറ്റ് ഇങ്ങനെ വീശി കിടക്കുക. അപ്പൊ അതിനകത്ത് പല പല കളർ വെള്ളങ്ങളും ചത്ത മീനുകളുണ്ട്, ജീവനുള്ള മീനുകളുണ്ട്, പിന്നെ പിടയ്ക്കുന്ന മീനുകൾ. അപ്പൊ ഞങ്ങൾ രണ്ടും ഇങ്ങനെ നടന്ന് അതിന്റെ ആ ഓരോ കളറുള്ള വെള്ളത്തിന്റെ ഇടയ്ക്കൂടെ ഇങ്ങനെ നടന്നു പോയിട്ട് ജീവനുള്ള ഞങ്ങൾക്ക് ഇഷ്ടമുള്ള മീനുകളെ മാത്രം ഞങ്ങൾ ഇങ്ങനെ പെറുക്കുന്ന ഒരു കാഴ്ച എന്നെ കാണിച്ചു. അത് ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ഞങ്ങള് ഇങ്ങനെ ഭൂകമ്പത്തിന് ശേഷം തിരിച്ച് ഞങ്ങള് കച്ചില് വന്ന് പിന്നെ നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ വിശ്വാസികളിൽ ഒരു പൂർണ്ണമായിട്ടൊരു കുടുംബം ഒരു തെലുങ്ക് ഫാമിലിയാണ്. അവിടെ ഹസ്ബൻഡും വൈഫും ഒരു മോന്. ആ മോന്റെ പേര് ആശിഷത്താണ്. അപ്പൊ ആ മോന് 2.5-3 വയസ്സുണ്ട്. നമ്മുടെ മോന് 3 മാസമേ ഉള്ളു. അപ്പം ചർച്ചിൽ എല്ലാരും വിളിക്കുന്ന ജൂനിയർ ആശിഷും സീനിയറും ജൂനിയറും ആശിഷും എന്നാണ് ഞങ്ങളെ മക്കളെ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഈ ഭൂകമ്പ സമയത്ത് അവര് സെക്യൂരിറ്റി ജോലി ചെയ്യുന്ന ഒരു വിശ്വാസിയായിരുന്നു. അപ്പൊ അവരുടെ ഭൂമിക്കടിയിലേക്ക് അവരുടെ ബിൽഡിംഗ് മൊത്തം പോയി. ആ ഹസ്ബൻഡും വൈഫും മോനും ഇന്ന് വരെ അവരുടെ ജഡം കിട്ടിയിട്ടില്ല. അങ്ങനെ ആ 3 പേര് മരിച്ചു.
ഞങ്ങളുടെ ഭൂകമ്പത്തെ സമയത്ത്. അതിനുശേഷം എൻ്റെ കുഞ്ഞും മരിച്ചുപോയി, 4-മത്തെ ആള്. 5-മത്തെ ആള് ഞങ്ങളുടെ സെക്രട്ടറി വൈഫ് യൂട്രസ് എടുത്ത് കളഞ്ഞ് ഭൂകമ്പത്തിന് ശേഷം എടുത്തു കളഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിച്ചു. അങ്ങനെ ദേവദാസൻ ദൂത് പറഞ്ഞ പോലെ 5 പേര് ഞങ്ങളുടെ ചർച്ചയിൽ നിന്ന് മരിച്ചുപോയി. അപ്പോഴാണ് നമുക്ക് കൂടുതലും വിശ്വാസികൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ 5 പേര് മരിക്കുവാൻ തക്കവണ്ണം ഇടയായി. ദൈവനാമം മാറ്റപ്പെടുമാറാകട്ടെ. പലവിധമായ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. ഇപ്പം കുഞ്ഞു മരിച്ചപ്പോ എൻ്റെ പപ്പ അന്ന് നല്ല വിശ്വാസികൾ അല്ലായിരുന്നു, മിലിറ്ററിയിലായിരുന്നുകൊണ്ട് കുടി അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു എൻ്റെ കുറവുകൾ കൊണ്ടാണ്, എൻ്റെ വീട്ടിലെ കുറവുകൾ കൊണ്ടാണ് എൻ്റെ കുഞ്ഞു മരിച്ചു പോയെന്നൊക്കെ പറഞ്ഞു. ഒത്തിരി നിന്ദകളെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. അതുപോലെ അന്നേരം മുതൽ എനിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്ന എക്ദംസെ ഞാൻ നടക്കുന്നു, എല്ലാ കാര്യം ചെയ്യുന്നുവെങ്കിലും മെന്റലി എക്ദംസെ ഞാൻ വീക്ക് ആയിരുന്നു. ദൈവനാമം മാറ്റപ്പെടുവാനായിട്ട്. അങ്ങനെ ഇരിക്കുമ്പോ അതിനുശേഷം എനിക്ക് ആഷിമ എന്ന് പറഞ്ഞ കുഞ്ഞുണ്ടായി, മോളുടെ ഡെലിവറി സമയത്ത്. അപ്പൊ പപ്പയെ 2-മത്തെ ഡെലിവറി നമ്മുടെ നടപ്പനുസരിച്ച് ഞങ്ങളുടെ വീട്ടിലാണ് വെക്കേണ്ടത്. അപ്പം പപ്പ പറഞ്ഞു, ഞങ്ങളുടെ അങ്ങോട്ട് വരണ്ട, എന്റെ നിമിത്തം അല്ലേ നിന്റെ കുഞ്ഞു മരിച്ചെന്ന് നിങ്ങളുടെ ആൾക്കാരെല്ലാം പറയുന്നത്, അതുകൊണ്ട് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ മാനസികമായിട്ട് വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോഴത്തേക്ക് ഹസ്ബൻഡിന്റെ വീട്ടില് കാരിത്താസ് ഹോസ്പിറ്റലിൽ എനിക്ക് ഡെലിവറി ആയ സമയത്ത് ആദ്യത്തെ കുഞ്ഞു മരിച്ചുകൊണ്ട് എല്ലാ ആൾക്കാരും, സ്വന്തക്കാരും ബന്ധക്കാരും ചാർച്ചക്കാരും എല്ലാരും വന്ന് ഹോസ്പിറ്റലിൽ വന്ന് കണ്ട്. അതേ സമയത്ത് തന്നെ എൻ്റെ അടുത്തൊരു ഡെലിവറിക്ക് കടന്ന ഒരു ലേഡിക്ക്, അവർക്കും പെൺകുട്ടിയാണ് ഉണ്ടായത്. അപ്പൊ ഡെലിവറി സമയത്ത് ഞങ്ങൾ രണ്ടും കിടക്കുമ്പോൾ വെളിയിലിരുന്ന് അച്ഛന് ആ കുട്ടിയുടെ അപ്പനോട് അച്ഛൻ സുവിശേഷം പറഞ്ഞപ്പോൾ, അവര് കത്തോലിക്കരായിരുന്നു, സുവിശേഷം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു തീരുവേ അങ്കിളിന് ഒരു അറ്റാക്ക് വന്ന് ആ നിമിഷം തന്നെ അങ്കിള് മരിച്ചുപോയി. എനിക്കും പെൺകുട്ടി, ആ കുട്ടിക്കും പെൺകുട്ടി. അപ്പൊ അതിൽ നിന്നും അപ്പൊ സുവിശേഷം പറയാം. അപ്പൊ ആ ഒരു സുവിശേഷത്തിന്റെ ടെൻഡൻസി ഞങ്ങൾക്ക് ഉള്ളത് കൊണ്ട് പിന്നെ എവിടെ പ്രവാചകന്മാരോ അങ്ങനെയുള്ള ആത്മീയ കൂട്ടായ്മയിൽ എപ്പോഴും ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുകയും ഇങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭങ്ങളായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങള് തിരിച്ച് കച്ചിൽ വന്ന് 3 വർഷം ഞങ്ങൾ അവിടുന്ന് കലോളില് സുവിശേഷം 3 വർഷം ഇരുന്നു. അതിനുശേഷം അന്നേരം എനിക്ക് മെന്റലി ഇങ്ങനെ എക്ദംസ് ഞാൻ ഇങ്ങനെ വീക്ക് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഞങ്ങള് UP-ല് 1 വർഷം 2000 കുഞ്ഞുണ്ടായി. 2001 ജനുവരി 30-ാം തീയതി കുഞ്ഞു മരിക്കുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങള് 2003 കഴിഞ്ഞ് ഗുജറാത്തിൽ നിന്ന് UP-ലേക്ക് വന്നു. UP-ലേക്ക് വരുമ്പോഴത്തേക്ക് 1 വർഷം ഞങ്ങൾ അവിടെ താമസിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ 3-മത്തെ എനിക്ക് കുട്ടി ഉണ്ടായി, പ്രിസ്കില്ല മോൾ, അച്ഛൻ പേരിട്ട് പ്രിസ്കില്ല എന്ന്. അപ്പൊ ഞങ്ങൾ ഡെലിവറി സമയത്ത് ചെന്നൈയിലായിരുന്നു പപ്പയൊക്കെ. ചെന്നൈയിൽ വന്ന് ഡെലിവറി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ. അപ്പൊ ആ സമയത്ത് മോൾക്ക് സ്കൂളിൽ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഈ കുരങ്ങിനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഡാൻസ് കളിപ്പിക്കുന്ന സമയം ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് കുഞ്ഞിന്റെ കയ്യിൽ അരി അവന് എല്ലാരും ഫ്രൂട്ട് കൊടുക്കുമ്പോൾ കുഞ്ഞ് അരി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കൈ പൊത്തിപ്പിടിച്ചു. അപ്പൊ ഈ കുരങ്ങിന് അരി കിട്ടാത്തതുകൊണ്ട് കുരങ്ങൻ ഇങ്ങനെ പിടിച്ച് കടിച്ചിട്ട് 3 സ്റ്റിച്ച്. അങ്ങനെ കുഞ്ഞിന്റെ മാഷിമോളുടെ കുഞ്ഞുനാളിലെ കഷ്ടതയിൽ കൂടെയാണ് പൂക്കളിൽ ചുറ്റിനും ഇഞ്ചക്ഷനൊക്കെ എടുക്കുവാനിടയായി തീർന്നു. അതിനുശേഷം ഞങ്ങള് ഡെലിവറി കഴിഞ്ഞ് 3 മാസം ആയപ്പം വന്നതിന് ശേഷം പിന്നെ എനിക്ക് പിന്നെയും മാനസികമായിട്ട് വളരെയധികം പ്രയാസങ്ങളുണ്ടായി. ഞങ്ങൾക്ക് UP-ൽ നിൽക്കാൻ പറ്റാത്ത ഒരു കണ്ടീഷനായി. അവിടെ ഞങ്ങള് 2006 അവിടുന്ന് ഞങ്ങള് തിരിച്ച് ഹരിയാനയിലേക്ക് വന്നു. ഹരിയാനയിൽ വന്ന് ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ സുവിശേഷ വേലയോട് ഉള്ള അനുബന്ധിച്ചിൽ ഞങ്ങള് IPC ചർച്ചിൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങള് ഗോസ്പൽ ട്രാക്സ് കൊടുക്കാൻ പോകും. ഒരു ദിവസം മാർച്ച് മാസം 1-ാം തീയതി ഞങ്ങള് ആരാധന കഴിഞ്ഞ് വന്ന് തണുപ്പ് നല്ലപോലെ മാറിയിട്ടില്ലായിരുന്നു. അപ്പൊ ഞാൻ
ഇന്നർ ഇട്ടിട്ടുണ്ട്, പുറത്ത് സാരി ഉടുത്തിരിക്കുക. ഞങ്ങളുടെ ബൈക്കിൽ ഇങ്ങനെ പോകാനായിട്ട് കുറെ ബൈബിളും എടുത്ത് ട്രാക്സും എടുത്ത് ഞാൻ ബാഗിൽ ഇട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോൾ എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പോകുന്ന സ്ഥലം. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഈ റോഡ് ഇതല്ല, ഇത് നമ്മള് പോകുന്ന റോഡല്ല, വേറെ റോഡിലാ പോകുന്നത്. അപ്പൊ അല്ല ഇത് തന്നെയാന്ന് പറഞ്ഞു. അപ്പൊ വിശാലത കണ്ട് അങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന വഴിക്ക് അടുത്ത് ഫ്രണ്ടിൽ നിന്ന് ഒരു കാറ് വന്ന് ബൈക്കിൽ വന്ന് ഇടിക്കാനിടയായി തീർന്നു. അങ്ങനെ ബൈക്കിലിടിച്ച് ഞാന് അവിടെ ബൈക്കിന്റെ അടുത്ത് വീണു. അച്ഛനും ഫ്രണ്ടിലേക്ക് വീണു. അച്ഛന്റെ നെറ്റി പൊട്ടി, കൈ ഇങ്ങനെ ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക, റൈറ്റ് കൈ. എന്റെ ഇളയ മോള് ഫ്രണ്ടിലായിരുന്നത് ബൈക്കിന്റെ. അവള് തെറിച്ച് 5 മീറ്റർ ദൂരെ തെറിച്ചു പോയി. ആശുമോള് ഇങ്ങേ സൈഡിൽ കിടക്കുന്നു. അപ്പൊ ഞാൻ എഴുന്നേറ്റപ്പോ എന്റെ സാരി മുഴുവൻ അങ്ങ് പറഞ്ഞു പോയി. പിന്നെ ഞാൻ ഇന്നർ മാത്രമേ ഉള്ളൂ, 2 ഇന്നർ മാത്രം ഇട്ടുള്ളൂ. അപ്പൊ ഞാൻ അന്നേരം മോളെ നോക്കുന്നു, വെപ്രാളത്തിൽ മോളെ നോക്കിട്ട് എന്റെ മോളെ എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ട്. അപ്പൊ ഒരു 5 മിനിറ്റ് കൊണ്ട് അവിടെ ഏറ്റവും ഇഫ്കോ ചൗക്കില ഹരിയാനയില്. അപ്പൊ അവിടെ ദിടീർന്ന് ഭയങ്കര വഴിയെല്ലാം ബ്ലോക്ക് ആയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ വിളിച്ചു പറയും, എന്റെ കുഞ്ഞുണ്ടോ, ഒരു കുഞ്ഞും കൂടെ ഉണ്ടെന്ന്. ആശുമോൾ എന്റെ അടുത്ത് വന്ന് മോളെ കണ്ടില്ല. ഒരു 5 മിനിറ്റിന് ശേഷം ഇതാണോ ബേന കുഞ്ഞെന്ന് വെച്ചെന്ന് ചോദിച്ച് എടുത്തോണ്ട് വന്നു. അപ്പൊ ഞാൻ കുഞ്ഞിനെ എടുത്ത് വെച്ചു. അത് കഴിഞ്ഞ് പെട്ടെന്ന് അവിടുന്ന് ഉങ്കൽ എന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ദൈവത്തിന്റെ കൃപയെന്ന് പറഞ്ഞാൽ മരണകരമായ ആപത്തിൽ 4 പേര് വന്ന് മരിക്കേണ്ടതായിരുന്നു. അന്ന് മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ രക്ഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ അച്ഛന്റെ കൈ ഇങ്ങനെ തൂങ്ങി കിടക്കുക, ഇങ്ങനെ ചീറ്റുക, വെള്ളം ചോര ഇങ്ങനെ ചീറ്റുക. അപ്പൊ 23 സ്റ്റിച്ച് ഉണ്ട് അച്ഛന്റെ നെറ്റിയില്. അപ്പൊ അന്നേരം തന്നെ ഹോസ്പിറ്റലിൽ നമ്മുടെ ഒരു TPM-ൽ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ഒരിക്കലും ആ ഡോക്ടർ അവിടെ വരുന്നതല്ല. അന്ന് സൺഡേ ഡോക്ടർ ദൈവം ദൂതനെ പോലെ ആ ഡോക്ടറെ അവിടെ അയച്ചതാണ്. അപ്പൊ ആ ഡോക്ടർ വന്ന് കണ്ട്, അപ്പൊ പാസ്റ്റർ ആണെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ പെട്ടെന്ന് ഇവിടെ എല്ലാം പൊടിഞ്ഞു പോയി. ഇവിടുന്ന് ഇവിടെ വരെ സ്റ്റീൽ റോഡ് ഇട്ടിരിക്കുകയാണ്. അച്ഛനും ഇത് ഇട്ടിരിക്കുകയാണ്. അങ്ങനെ കൈ ഒടിഞ്ഞ് അങ്ങനെ ദൈവം ആ മരണത്തിൽ നിന്ന് രക്ഷിച്ചു. എനിക്ക് പിന്നെ പോറലുകള് ഒക്കെ ഉള്ളായിരുന്നു. മക്കളെ 2 പേരെ അവിടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ താമസിച്ചിട്ട് പിന്നെ ഞങ്ങൾ തിരിച്ച് ഇവിടെ ഹരിയാനയിൽ വന്ന് ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി പ്രതികൂലങ്ങൾ ഇങ്ങനെ വന്നു. ഇപ്പൊ മാനസികമായിട്ട് എനിക്ക് പിന്നെയും ഇങ്ങനെ വല്ലാഴിക വന്നുകൊണ്ടിരിക്കുക. അപ്പൊ അങ്ങനെ വന്നിപ്പം ഞങ്ങള് ചെന്നൈയിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കയറി ഞങ്ങൾ ആന്ധ്രയിലെത്തി. ആന്ധ്രയിൽ വെളുപ്പിനെ ആയപ്പം എന്റെ ചെവിയിൽ ആരോ മന്ത്രിച്ചു, നീ ഇവിടെ ഇറങ്ങാൻ. ഞാന് എന്റെ അച്ഛനും മോളിലത്തെ ഇതില് കിടക്കുന്നു, ഞാൻ താഴെ. അപ്പൊ ഞാൻ കുഞ്ഞിനെ കൊണ്ട് അവിടെ അങ്ങ് ഇറങ്ങിയിട്ട് എനിക്ക് അറിയത്തില്ല, ഞാൻ റോഡിൽ കൂടെ അങ്ങ് നടക്കാൻ തുടങ്ങി. ഈ റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ് ഇങ്ങനെ നടക്കാൻ പറയുന്നിടത്തൂടെ ഇങ്ങനെ നടന്ന് മെയിൻ റോഡ് എത്തിയപ്പോ വെളുപ്പിനെയായി. അപ്പൊ ഇങ്ങനെ നടന്നു പോവാ. ദൈവദൂതൻ വന്ന് അവിടെ വെച്ച് ഞങ്ങക്ക് വളരെ ആപത്തുണ്ടാകായിരുന്നു. അവയിൽ നിന്ന് ദൈവദൂതനെ അയച്ച് സംരക്ഷിക്കുന്ന എന്നോണം വെളുപ്പിനെ സുവിശേഷം പറയാനായിട്ട് ഗോസ്പൽ ട്രാക്സ് കൊണ്ട് ഒരു പാസ്റ്റർ പോകുന്നു. ആ പാസ്റ്റർ എന്നെ കണ്ടപ്പോഴത്തേക്ക് ഒരു വിശ്വാസി നോക്കുമ്പോൾ നല്ല ഒരു ലുക്ക്, ഭാഗ്യം നല്ല ഇതില്, അതിനകത്ത് ഒരു ബൈബിൾ ഉണ്ട്, ഒരു പാൽക്കുപ്പി ഉണ്ട് കുഞ്ഞിന്. അപ്പൊ പാസ്റ്റർ എന്നെ വിളിച്ചിട്ട് ഞാൻ വലിയ മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ പാസ്റ്ററിന് ദൈവാത്മാവ് എന്തോ സംസാരിച്ചു. അപ്പൊ ആ പാസ്റ്റർ എന്നെ വിളിച്ച് ചർച്ചിൽ കൊണ്ടുവന്നു, പ്രാർത്ഥിച്ചിട്ട് വെള്ളം ഒഴിച്ചു. എന്നിട്ട് ചോദിച്ചു. അപ്പൊ അന്നേരം ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററിന്റെ വൈഫാണ്, ഞാൻ ചെന്നൈക്ക് പോവുക. അപ്പൊ പാസ്റ്റർ എന്ത് ചെയ്യാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാസ്റ്റർ ട്രെയിനിലുണ്ട്. അപ്പം സിസ്റ്റർ എങ്ങനെ ഇവിടെ വന്നത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്നോട് ഇറങ്ങാൻ പറഞ്ഞു, ഞാൻ ഇറങ്ങിപ്പോയി. അപ്പോ ഈ സമയത്ത് അച്ഛനൊക്കെ നെല്ലൂര് നിൽക്കുക. എന്നിട്ട് നെല്ലൂര് എന്റെ വീട്ടിലോട്ടാ വരുന്നത്. അപ്പൊ എന്റെ പപ്പ ഒരു ക്രൂര സ്വഭാവം. അപ്പൊ പപ്പ എന്നെ കുഞ്ഞിനെ ഇല്ലാതെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാല് അവര് സ്വീകരിക്കുകയല്ല. അപ്പൊ അച്ഛനും കുഞ്ഞും സൂസൈഡ് ട്രെയിനിന്റെ അടിയിൽ പോകാമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഫോൺ കോൾ വന്നു. മമ്മിയുടെ ഫോൺ കോൾ ആയിരുന്നു. അപ്പൊ
അപ്പൊ ഹല്ലേലൂയ സ്തോത്രം. ജോൺസൺ പാസ്റ്ററെ കുഞ്ഞും അവളും ജീവനോടുണ്ട്. ഒരു ഒരു പാസ്റ്ററിന്റെ അടുത്താണ്. അപ്പൊ എന്ന് പറഞ്ഞ ഉടനെ അച്ഛൻ ഭയങ്കര സന്തോഷമായി. വിത്തിൻ സെക്കൻഡില് റെയിൽവേയിലല്ല പപ്പ ഇത് കേന്ദ്ര ഇതിൽ ജോലി ഉള്ളതുകൊണ്ട് എയർഫോഴ്സിലും ആർമിയിലും എല്ലായിടത്തും പെട്ടെന്ന് പോലീസിലും എല്ലായിടത്തും പെട്ടെന്ന് ഫ്ലാഷ് ആയി എന്താ സംഗതി എന്നുള്ളത് അറിയാൻ. അപ്പൊ അങ്ങനെ ഈ പാസ്റ്റർ പിന്നെ അവിടുന്ന് പോലീസിന്റെ ഇതോടുകൂടി ഇവിടെ ക്യാമ്പിൽ കൊണ്ടുവന്നു. ഞങ്ങൾ താമസിക്കുന്ന താമ്പരത്ത് കൊണ്ടുവന്നു. താമ്പരത്ത് വന്ന് പിന്നെ അവിടെ നിന്നിട്ട് പിന്നെ ഞങ്ങള് അവിടുന്ന് പിന്നെ നാട്ടിലോട്ട് അവിടെ 3-4 ആഴ്ച താമസിച്ചിട്ട് നാട്ടിൽ ചെന്നതിന് ശേഷം അങ്ങനെ ആ മരണകര ആ ദൂതനാണ് ആ പാസ്റ്ററിനെ അയച്ചത്. ഞാൻ ആ മരണകരമായ ആപത്തിൽ നിന്ന് ദൈവം എന്നെ സംരക്ഷിച്ചു. ഞങ്ങള് പിന്നെ അവിടെ ഹരിയാനയിൽ 3 വർഷം ഞങ്ങൾ സുവിശേഷമൊക്കെ അറിയിച്ച് അങ്ങനെ ഇരിക്കുമ്പം ഈ ആക്സിഡന്റിന് ശേഷം എനിക്ക് ഞങ്ങൾക്ക് നല്ലതായിട്ട് പ്രവർത്തിക്കാനൊന്നും എനിക്ക് ആ ഒരു ഇതില്ലായിരുന്നു. അപ്പൊ അവിടുന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് ഡൽഹിയിലേക്ക് വന്നു 2009. 2009 തൊട്ട് ഇപ്പോൾ വരെ ഞങ്ങളിപ്പം ഡൽഹിയിലാണ് താമസിക്കുന്നത്. ഹരിയാന സ്റ്റേറ്റില് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു. IPCയില് ജോൺ ചോക്ക പാസ്റ്റർ ആണ് ഞങ്ങളുടെ റീജിയൻ പ്രസിഡന്റ്. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ ഞങ്ങള് സുവിശേഷ വേലയോടനുബന്ധിച്ച് അതിനുശേഷം ഞങ്ങളുടെ ഇവിടെ ഓക്കലെ ഹരിയാനയില് പ്രവർത്തിക്കുന്നെങ്കിലും ഓക്കലയിൽ ഞങ്ങൾക്ക് ആരാധനാലയം ഉള്ളത്. അപ്പൊ ഞങ്ങള് 3 ആരാധനാലയം ഞങ്ങൾക്കുണ്ടായിരുന്നു. ആദ്യം ഞങ്ങള് ഓഖലെ മസീഗഡ് എന്ന സ്ഥലത്ത് ആരാധിക്കും 9:30 വരെ. അതിനുശേഷം അവിടുന്ന് ഞങ്ങള് അപ്പോളോ ഹോസ്പിറ്റലിന്റെ പുറകില് ഒരു ആരാധനാലയം ഉണ്ട്. അവിടെ ഞങ്ങൾ ആരാധന കഴിഞ്ഞ് അവിടുന്ന് ഞങ്ങൾ പിന്നെ ഉച്ച കഴിഞ്ഞ് മറോളിയിൽ വരും. അങ്ങനെ സുവിശേഷ വേലയിൽ ഞങ്ങൾ വളരെ വ്യാപൃതമായിട്ട് അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അത് ഇങ്ങനെ ഞങ്ങൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ഉച്ച കഴിഞ്ഞ് ഇങ്ങനെ മെറോളിയിലേക്ക് പോകുമ്പോൾ ഒരു ദിവസം എല്ലാ ദിവസവും ഞാൻ ആ ബൈബിളും ഇതും എല്ലാം പിടിക്കുന്ന ഒരു ബാഗിനകത്ത്. അപ്പൊ ഒരു ദിവസം മോള് പ്രിസ്കില മോള് പറഞ്ഞു, മമ്മി ഞാൻ ഇന്ന് ബാഗ് പിടിക്കാന്ന്. അന്ന് കുഞ്ഞ് ബാഗ് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡിലെത്തി. ബസ് കൊണ്ടുവന്ന് റോഡിന്റെ നടുക്കായിട്ടത്. അപ്പൊ ഞങ്ങൾ ബസ്സെ കയറാനുള്ള ധൃതിക്ക് ഓടിയപ്പോ ഒരു ബൈക്കുകാരൻ വന്ന് മോളെ ഇടിച്ച് മോളങ്ങ് വീണ് ബാഗും ബൈബിളും എല്ലാം പുറകിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ബാഗായിരുന്നു. അപ്പൊ മോള് പുറകോട്ട് വീണ് ദൈവത്തിന്റെ കൃപയാൽ ആ തല തറയിൽ ഇടിച്ചില്ല. അതിൽ പെട്ടെന്ന് കാലിന് നീരും ആ കുഞ്ഞിന് നടക്കാൻ വയ്യാത്ത ഒരവസ്ഥ. ഞായറാഴ്ച ഞങ്ങള് പെട്ടെന്ന് പിന്നെ തിരിച്ചു ഇവിടെ ബദർപൂരിൽ കൊണ്ടുവന്നപ്പം ഞങ്ങളുടെ അടുത്ത് ഒരു RSSലെ ഒരു മോനാണ്. ഇവിടെ ഞങ്ങൾ RSSകാരുടെ വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഹരിയാനക്കാരനാങ്കിൾ. അപ്പൊ ആ മോൻ ഓടി വന്ന് പറഞ്ഞ്, ബേനെ ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ ഹോസ്പിറ്റൽ ഇല്ല, ഇവിടെ നമ്മുടെ അടുത്തുള്ള ഒരു ക്ലിനിക് ഉണ്ട്, അവിടെ കൊണ്ടുപോയി എക്സ്റേ എടുക്കാം, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, പെട്ടെന്ന് നീര് വന്നോണ്ട്. അപ്പൊ പിന്നെ പെട്ടെന്ന് ഞങ്ങൾ അവിടെ ചെന്ന് എക്സ്റേ ഒക്കെ എടുത്തിട്ട് ഞങ്ങള് പിന്നെ തിരിച്ചിങ്ങ് പോന്നു. അന്ന് പിന്നെ അച്ഛൻ തന്നെ പോയത്. പിന്നെ ആരാധനയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വന്നു. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മോള് അതിനുശേഷം ഇങ്ങനെ ഞങ്ങള് സുവിശേഷ വേലയില് ആൾക്കാരോട് പറയുകയും സുവിശേഷം പ്രതി കൊടുക്കുകയും ഓരോ വീടുകളിലും ചെന്ന് ഞങ്ങൾ പ്രവർത്തനം ഇങ്ങനെ ഇവിടെ ഡൽഹിയിൽ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് മോള് പഠിക്കാൻ പോയപ്പോ ഒരു ദിവസം കുഞ്ഞിനൊരു ആക്സിഡന്റ് ഉണ്ടായി. മോള് ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു ഇന്റേൺഷിപ്പ് ചെയ്യുമായിരുന്നു. ഇന്റേൺഷിപ്പ് കഴിഞ്ഞ് അപ്പൊ 2 സർട്ടിഫിക്കറ്റിന് വേണ്ടി മോള് 2 ടൈം ഡ്യൂട്ടി ചെയ്തു. രാവിലെ ഉച്ചവരെ ഒരു ഹോസ്പിറ്റലില് ഇവിടെ ഗ്രീൻ പാർക്കില്, വൈകിട്ട് ദ്വാരകയില്. അങ്ങനെ രാവിലത്തെ ഉച്ചക്കത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ദ്വാരകയിൽ ചെന്ന് ദ്വാരകയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ മെട്രോയുടെ എസ്കലേറ്റർ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിർത്തിയിരിക്കുന്ന എസ്കലേറ്റർ ആയിരുന്നു. അപ്പൊ മോളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അച്ചാനക്ക് ഓപ്പൺ ആയപ്പോ അവള് മുന്നോട്ട് മുന്നിലേക്ക് വീണു. ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളൂ നമ്മുടെ തറയുടെ നേരെ വരാനായിട്ട്. അപ്പൊ അതിനകത്തേക്ക് വീണപ്പോ മോളുടെ കാലിന്റെ മുട്ട് ഇതിന്റെ എഡ്ജ് വന്ന് കൊണ്ട് എൽബോ ഇവിടെ
പൊട്ടിയിട്ട് അന്നേരം ഇവളെന്നോട് ഒന്നും പറയുന്നില്ല, ആക്സിഡന്റ് ഉണ്ടായെന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ അവിടെ വെച്ച് തന്നെ കുഞ്ഞിന് ബോധം അങ്ങ് പോയി. അതിനുശേഷം അവള് എഴുന്നേറ്റ് ഹോസ്പിറ്റലിലോട്ട് അവിടെ മെട്രോയിലുള്ളവരോട് പറഞ്ഞപ്പോ അവര് ഫോൺ വിളിച്ചു. പിന്നെ പെട്ടെന്ന് അവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ വന്ന് അവര് കാറെ കയറ്റി ക്യാബെ കയറ്റി ഇങ്ങോട്ട് വിട്ടു. ഇവിടെ വന്ന് അപ്പൊ വിളിച്ചു പറഞ്ഞ് വെളിയിലോട്ട് മമ്മി ഒന്ന് വരാൻ പറഞ്ഞു. ഞാൻ വെളിയിൽ ചെന്നപ്പോ മോൾ ഇങ്ങനെ ഒത്തി നടക്കുന്നു. ഞാൻ ചോദിച്ചു എന്നെ കാല് മുഴുവൻ ബ്ലഡ്, എന്തോ പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ മമ്മി എനിക്ക് ഒരു ചെറിയൊരു ആക്സിഡന്റ് ഉണ്ടായി. അപ്പൊ കാല് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി മൊത്തം നീര് വെച്ചിരിക്കുക. പിന്നെ പെട്ടെന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്തപ്പം പൊട്ടിയിട്ടുണ്ട്. ഇതിന്റെ ലിഗർമെന്റ് പൊട്ടിയിട്ട് മുഴുവൻ ഫ്ലൂയിഡ് പൊക്കോണ്ടിരിക്കുക. അവ അങ്ങനെ ഒരു അവസ്ഥയിൽ നടക്കാനും വയ്യ, എടുക്കാനും വയ്യ. അങ്ങനെ 3 വർഷക്കാലം ഞങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട. ജീവിതത്തിൽ കുഞ്ഞിന് വേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പ് സമയം, ജനുവരി സമയത്ത് ആക്സിഡന്റ് ഉണ്ടായത് 2023. അപ്പൊ നടക്കാനും വയ്യ. ഞങ്ങള് മാനസികമായിട്ട് തളർന്നു പോയെന്ന് പറയാം. ഒന്നാമതെ എനിക്ക് ആദ്യത്തെ കുഞ്ഞു മരിച്ചുപോയി. പിന്നെ രണ്ടാമത് ഇതുങ്ങളെ, അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങളെ സ്നേഹിക്കും. എനിക്ക് എല്ലാവരുടെയും നിന്നും നിന്നേം പരിഹാസം, എന്റെ വീട്ടിൽ നിന്നും, ഹസ്ബൻഡിന്റെ വീട്ടിൽ നിന്നും, സഭയിൽ നിന്നും, വെളിയിൽ നിന്നും ഒത്തിരി നിന്നേം പരിഹാസവും ഞാൻ അനുഭവിച്ചതാണ്. അപ്പൊ ഈ കുഞ്ഞിനും കൂടെ ഇങ്ങനെ വന്നപ്പോ എനിക്ക് അങ്ങ് ഭയങ്കര മാനസികമായിട്ട് വിഷമമായി. അങ്ങനെ ഇരിക്കും. പിന്നെ ഞങ്ങള് അപ്പൊ എല്ലാവരും പറഞ്ഞു നിങ്ങള് നാട്ടിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പറഞ്ഞു. അങ്ങനെ നാട്ടിൽ ചെന്നപ്പോ ആൾക്കാർ പറഞ്ഞു ചെന്നൈ കൊണ്ടുപോയി, ചെന്നൈ ഒരു പട്ട് കെട്ടുന്ന ഒരു ഇതുണ്ട്, അവിടെ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ വെട്ടുപ്പാള മാട്ടുപ്പെട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് പട്ടി എല്ലാം കെട്ടി വന്നു. ഒരാഴ്ച കഴിഞ്ഞിട്ടും കുറവാകുന്നില്ല. പിന്നെ ഞങ്ങള് മുട്ടിയറ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ പറഞ്ഞ് അവര് ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ്. ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. മാനസികമായിട്ടെല്ലാം ഭാരവും പ്രയാസവും വിട്ട് അത് കഴിഞ്ഞ് പിന്നെ അവിടുന്ന് ഞങ്ങള് പാലച്ചൂട് എന്ന സ്ഥലത്ത് 3 മാസം കുഞ്ഞിനെ കിടത്തി ചികിത്സിച്ച് ഒത്തിരി കിഴികെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അങ്ങനെ മോൾക്ക് ശ്വാസം മുട്ടലുണ്ട്. പെട്ടെന്ന് ഇങ്ങനെ ശ്വാസം എടുക്കുന്ന. അപ്പൊ ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഇങ്ങനെ രാത്രിയില് ഒരു 7:30 കഴിഞ്ഞപ്പോ ഇങ്ങനെ പെട്ടെന്ന് ഒരു ശ്വാസം മുട്ടൽ. ഞാൻ ഇത് പഫ് വലിക്കുന്ന എടുത്ത് കൊടുത്തിട്ട് കുഞ്ഞിന് വലിക്കാൻ പറ്റുന്നില്ല. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് അന്ന് മോളുടെ ജീവൻ പോകും, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. ഞങ്ങൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് ഞാൻ പെട്ടെന്ന് അവിടുന്ന് ആയുർവേദ ഹോസ്പിറ്റലിൽ നിന്ന് മോളെ പെട്ടെന്ന് ഞങ്ങൾ വേറെയുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് എറണാകുളത്ത് കൊണ്ടുവന്നു. 3 ഹോസ്പിറ്റൽ മാറി പെട്ടെന്ന് 11 മണിയായപ്പോ ഞങ്ങള് ഇവിടെ വന്ന് എറണാകുളത്ത് വന്ന് ഇങ്ങനെ ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഒരു സൗഖ്യമായി. പിന്നെ ഞങ്ങള് പിന്നെയും ആയുർവേദിക്ക് വന്ന് ബാക്കി ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഞങ്ങൾ പിന്നെ ഡൽഹിയിലെത്തിയെങ്കിലും കുഞ്ഞിന് നിലത്തിരിക്കാൻ പറ്റത്തില്ല, ചെയറയിലേ ഇരിക്കാനൊക്കത്തുള്ളൂ, മുട്ട് മടക്കാനൊക്കത്തില്ല, അങ്ങനെ അവസ്ഥ. പിന്നെ ബൾജിങ് ആയിട്ട് MRI എടുത്തപ്പോൾ ബൾജിങ് ആയിട്ട് ഡ്യൂട്ടി ചെയ്യാനും പറ്റത്തില്ല. അങ്ങനെ ഒരു വലിയൊരു എക്സ്പീരിയൻസിന് പോകാനോ എടുക്കാനോ ഒന്നും വയ്യാത്ത ഒരവസ്ഥയിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് 2 കുഞ്ഞുങ്ങളിലും ഒത്തിരി ആപത്തുകളും അനർത്ഥങ്ങളും എല്ലാം ഞങ്ങൾക്ക് വന്നു. എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞങ്ങൾ ഇവിടെ ഒരു ദേവദാസന്റെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്. അപ്പൊ ഞങ്ങളെ വിളിച്ചു. അപ്പൊ കൂട്ടുകാരന്റെ വീട്ടിൽ ഞങ്ങൾ ഉപവാസ പ്രാർത്ഥന. അപ്പൊ ഒരു ദേവദാസൻ അവിടെ ഒരു ഗസ്റ്റ് പാസ്റ്റർ വന്നു. ആ പാസ്റ്ററെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ പോയ വഴിക്ക് കണ്ടപ്പോ ഞങ്ങൾ പ്രൈസ് ലോർഡ് കൊടുത്തു. പാസ്റ്ററും പ്രൈസ് ലോർഡ് തന്നു. അപ്പൊ പാസ്റ്റർ ഞങ്ങളെ കണ്ടപ്പോ പാസ്റ്റർ ഓർത്തത് മലയാളിയല്ല, ഹിന്ദിക്കാരാണ്. അധികം സംസാരിച്ചൊന്നുമില്ല. പിന്നെ മീറ്റിങ്ങിന് ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല വെളിപ്പാടുള്ള പാസ്റ്റർ പറഞ്ഞ് ഇന്ന് നിനക്ക് പരിപൂർണ്ണ വിടുതല, നടക്കാനും എടുക്കാനും ഒന്നും വയ്യ, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ. അപ്പൊ താഴെ ഇരിക്കത്തില്ല, മുകളിലായിരുന്ന ചെയറയില്. അപ്പൊ ഇത്രയും കുഞ്ഞു കൊച്ചു മുകളിൽ എന്നാ ഇരിക്കുന്നു. അപ്പൊ അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചപ്പോ ഞാൻ ദൂതെല്ലാം കേട്ട്. അപ്പൊ ഞാൻ അച്ഛനോട് വന്ന് നമുക്ക് വീട്ടിലൊന്ന് വിളിക്കാം പാസ്റ്ററിനെ. അങ്ങനെ അന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ, ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ പാസ്റ്റർ വന്ന് പ്രാർത്ഥിച്ച് അന്ന് സൗഖ്യം കുഞ്ഞിന് കിട്ടിയത്. ഇപ്പം നന്നായിട്ട് എടുക്കാനും ജോലി ചെയ്യാനും എല്ലാത്തിനും ദൈവം കുഞ്ഞിന് നല്ല ആരോഗ്യം നൽകി
പരിപാലിക്കുന്നു. ഇത്രത്തോളം ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു. ആപത്തുകളും അനർത്ഥങ്ങളും കഷ്ടങ്ങളും നിറഞ്ഞ ലോകത്ത് ദൈവം ഞങ്ങളെ പരിപാലിക്കുന്നു. ഞങ്ങളെ ഈ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഓക്കരയിൽ ആരാധന നടത്തിക്കൊണ്ട് 8 ആരാധനയാണ് ആ ചർച്ചിൽ നടക്കുന്നത്. അച്ഛന്മാര് താമസിക്കുന്നതിനകത്താ. അപ്പൊ അവിടെ ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പോലീസുകാർ വന്ന് ഞങ്ങളുടെ ആരാധനയെല്ലാം മുടക്കി. ഇപ്പം ആരാധന ഞങ്ങൾക്ക് അവിടെ നടത്താൻ പറ്റത്തില്ല. അപ്പൊ ഞങ്ങൾ ഒത്തിരി അടുത്ത് ഇപ്പൊ ആരാധനയ്ക്ക് വേണ്ടി ഇങ്ങനെ വാടകയ്ക്ക് താമസിക്കുന്നു. ഇപ്പൊ വാടകയ്ക്ക് നമ്മളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ ഞങ്ങൾക്ക് ആരാധനയ്ക്ക് നല്ലൊരു സ്ഥലം കിട്ടിയിട്ടില്ല. ദൈവമക്കള് ഓർത്ത് പ്രാർത്ഥിക്കണം. ഇത്രയും സമയം തന്ന സാക്ഷ്യത്തിന് സമയം തന്ന കർത്തൃദാസിന് നന്ദി അറിയിക്കുന്നു. അരോമ ടിവിക്കും എന്റെ നന്ദി അറിയിക്കുന്നു. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കുകയാണ്. വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ദൈവത്തോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ ഇങ്ങനെ ഒരു അവസരം ദൈവം അടിയന്റെ ജീവിതത്തിൽ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞങ്ങളെ ശേഷിപ്പിച്ച് കർത്താവെ സ്തോത്രം. കർത്താവെ, ദൈവത്തിന് വേണ്ടി കൊള്ളാവുന്നവരെ അന്ത്യകാല ശുശ്രൂഷയ്ക്കായി തേജസ്മേർ ശുശ്രൂഷയ്ക്കായി ഈ സാക്ഷ്യ മുഖാന്തരം അനേകർക്ക് വിടുതലും ആശ്വാസവും പകരുവാൻ തക്കോണം അന്ത്യകാല ശുശ്രൂഷയ്ക്കായി ഞങ്ങളെ കരങ്ങളിൽ എടുക്കേണ്ടതിന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ നാമം അധ്യരിപ്പാൻ ജീവിപ്പാൻ കൃപ നൽകണം. അങ്ങയുടെ വരവിനായി ഞങ്ങളെ ഒരുക്കും അധികാരമുള്ള നസ്രയനായ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേട്ട് ഉത്തരം നൽകുമാറാകണം. ആമേൻ, ആമേൻ. താങ്ക് യു കർത്താവിന്റെ ദാസി സിസ്റ്റർ നിഷ ജോൺസൺ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ നിലയിൽ ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെ കുറിച്ച് അരോമ ടി വി ശ്രോതാക്കളോടൊപ്പം പങ്കുവയ്ക്കുവാൻ കർത്താവിന്റെ ദാസിക്ക് ദൈവം കൃപ ചെയ്തത് ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം എത്ര വിശ്വസ്തൻ, എത്ര നല്ലവനെന്ന് ജീവിതത്തിൽ രുചിച്ചറിയുവാൻ, ദൈവം നടത്തിയതായ അത്ഭുതകരമായ വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ, ദൈവത്തിന്റെ കരുതലിന്റെ കരം അനുഭവിച്ചറിയുവാൻ പ്രിയ സിസ്റ്ററിന്റെ ജീവിതത്തിലെ ദൈവം അവസരങ്ങളെ ഒരുക്കി എന്ന് കേൾക്കാൻ കഴിഞ്ഞു. ഒരുപക്ഷെങ്കില് ജനിച്ചു വളർന്നതായ ജീവിത സാഹചര്യത്തില് തുടർന്ന് മുന്നോട്ട് പോയിരുന്നുവെങ്കിൽ മറ്റു തലത്തിലെ ജീവിതം പോകുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം വിളിച്ച് വേർതിരിച്ച് നടത്തിയതായ കൊണ്ടുപോയതായ ആ പാതകളിലൂടെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ കൃപ ലഭിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഒത്തിരി വേദനാജനകമായ കഷ്ടതകൾ നിറഞ്ഞ സംഭവബഹുലമായ സാഹചര്യങ്ങളിലൂടെ ഒക്കെ കടന്നുപോയി എന്ന് തോന്നാം. എന്നാൽ അതിന്റെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് മറ്റൊന്നാണ്. ദൈവത്തിന്റെ മഹത്വമാർന്ന ചില പദ്ധതികൾ നമ്മെ കാണിക്കുവാൻ വേണ്ടി ദൈവം നമ്മോട് കൂടെ ഇരിക്കുന്നു, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയിലേക്ക് നമ്മെ നടത്തിയതായ വഴികൾ മാത്രമാണ് അത് എന്ന് നാം മനസ്സിലാക്കണം. ഒരുപക്ഷെങ്കിൽ ആ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അസാധാരണവും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതുമായ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ കാണേണ്ടി വന്നത്. ഒരുപക്ഷെങ്കിൽ ഭൂകമ്പം അതിന്റെ ഒരു ദൃക്സാക്ഷി എന്ന് വേണം പറയാം. നേർക്കാഴ്ചകൾ കണ്ട് അവിടുത്തെ ഭയാനകമായ അനുഭവങ്ങൾ നേരിട്ട് കണ്ട് അവിടുത്തെ സാഹചര്യത്തിലെ മനസ്സ് പതറിപ്പോകുന്ന തകർന്നു പോകുന്ന അനുഭവങ്ങൾ ഉണ്ടായി. ഒരുപാട് ജനങ്ങൾ നിന്ന നിൽപ്പിൽ അവര് മരണപ്പെട്ട സംഭവങ്ങൾ, അവർക്ക് ഏറ്റവും ആശ്രയമായിരുന്ന അവരുടെ വീടുകളൊക്കെ തകർന്നു വീണു. കെട്ടിടങ്ങള് അത് മൊത്തത്തിലെ ഭൂമിയുടെ അടിയിലേക്ക് താണുപോയി. അങ്ങനെ 100 കണക്കിന് ജനങ്ങൾ കൊല്ലപ്പെട്ടതായ, അപകടപ്പെട്ടതായ, വലിയ സംഭവങ്ങൾ നടന്നതായ ഒരു ഭൂകമ്പമായിരുന്നു ഭുജ് ഭൂകമ്പമെന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അന്ന് ഒരുപാട് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും കാരുണ്യ സേവനങ്ങളും ഒക്കെ സമൂഹത്തിന്, അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് സത്യമാണ്. എന്നാൽ അറിഞ്ഞതിനും അപ്പുറത്ത് അനുഭവിച്ചവർക്ക് അവരുടെ ജീവിതത്തിലെ പറയുവാനുണ്ട്. പ്രിയ നിഷ സിസ്റ്റർ അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയി. പിന്നീട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുമ്പോൾ അതിനേക്കാൾ വേദന ഉളവാക്കുന്ന സംഭവമാണ് ആദ്യം ലഭിച്ചതായ കുഞ്ഞ് കയ്യിലിരുന്ന് മരണപ്പെടുന്നതായ ആ ഒരു അനുഭവം, അതിവേദനാജനകമായ അനുഭവം. എന്നാൽ പിന്നത്തേതിലെ കർത്താവ് 2 കുഞ്ഞുങ്ങളെ ദൈവം തന്നു, ദൈവം മാനിച്ചു.
ദൈവം ആദരിച്ചു. ഇന്ന് നിങ്ങൾ കുടുംബമായി സന്തോഷത്തോടുകൂടി ഡൽഹിയിൽ പാർത്തുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ ദൗത്യത്തില് പങ്കാളികളാകുവാൻ കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കേൾക്കാൻ കഴിഞ്ഞു. മാനസികമായും ശാരീരികമായും ഒരുപാട് സമ്മർദ്ദങ്ങളും വേദനകളും വ്യഥകളും ഒക്കെ ഏൽക്കേണ്ടി വന്നുവെങ്കിലും ഇതൊക്കെയും ക്രിസ്തു നിമിത്തം, ക്രിസ്തുവിന്റെ വചന നിമിത്തം, ക്രൂശ് നിമിത്തമാണ് എന്നുള്ളത് കൊണ്ട് വലിയൊരു പ്രതിഫലം നമുക്ക് കർത്താവ് വച്ചിരിക്കുന്നു. ആകയാൽ ആ ഒരു പ്രതിഫലം വാങ്ങിക്കുവാനുള്ള പ്രതീക്ഷ കൈവിടാതെ പ്രത്യാശയോടെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ പ്രിയ നിഷാസിനെയും കർത്താവിന്റെ ദാസിനെയും കുഞ്ഞുങ്ങളെയും ദൈവം സഹായിക്കട്ടെ എന്ന് ഈ തരുണത്തില് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സമയം വേർതിരിച്ച് ഈ വിലപ്പെട്ട സാക്ഷ്യം അരോമ TV ശ്രോതാക്കളോടൊപ്പം പങ്കുവച്ചതിന് കർത്താവിന്റെ ദാസിയുള്ളതായ നന്ദി, സ്നേഹം, കടപ്പാടും അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യത്തോടെ ആരോഗ്യത്തോടെ കർത്താവിന് വേണ്ടി ഏറെ മുന്നോട്ട് യാത്ര ചെയ്യുവാൻ അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകരെ, ഈ സാക്ഷ്യം നിങ്ങൾക്കും വേറിട്ടൊരു അനുഭവമായി തീർന്നു എന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. മാത്രമല്ല, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, അത് ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സാക്ഷ്യം പറഞ്ഞ പ്രിയപ്പെട്ടവരോടൊപ്പം എല്ലാ തിങ്കളാഴ്ചയും രാത്രി 8:30 മണി മുതൽ ഓൺലൈനിലൂടെ നടക്കുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിലും നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യവും വചനചിന്തയുമായി നാം വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ. നമ്മുടെ മകന്റെ വിവാഹം കുറച്ച് ടെൻഷനായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ aromamary.com-ൽ രജിസ്റ്റർ ചെയ്തത്. അവിടെ നിന്നാണ് നമ്മുടെ മകന് നല്ലൊരു പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് തന്നെ aromamary.com ഡൗൺലോഡ് ചെയ്യൂ.